9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം 80 മാർക്കിലാണ് എക്സാം വരുന്നത്. 2.5 hour ആണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത് കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു പാസേജ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഒന്നും അല്ലെങ്കിൽ നമുക്കത് ടെക്സ്റ്റ് എന്നുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് നമുക്ക് 2 സെക്ഷൻ, അതുപോലത്തെ 2 ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ്. 8-year-old Grace came home from third grade one day and announced to her mother, I need a monster high doll for Halloween, mom. The one I like is named Dracula. അപ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടി 3ാം ക്ലാസ്സിൽ നിന്ന് വന്നതിന് ശേഷം അമ്മോട് ഇങ്ങനെ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അമ്മോട് ഇങ്ങനെ ഓളിയിട്ട് പറയാണ്, എനിക്കൊരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡോൾ വേണം, ആ ഡോൾ ഒരു മോൺസ്റ്ററിൻ്റെ ആയിരിക്കണം. ആ മോൺസ്റ്ററിൻ്റെ പേരും കൂടി ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്? ഡ്രാക്കുലോറ എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്റർ. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? രാക്ഷസ രൂപമുള്ള ഒരു ഫിഗർ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അതുപോലുള്ള ഒരു ഡോളിനെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. Her mother was a bit surprised, given that Grace had not expressed any interest in such a doll before. അപ്പോൾ അവിടെ അമ്മ പറയാണ്, ഇതുവരെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പോലും ഒന്നിനും ഇതുവരെ കാണിച്ചിട്ടില്ല അവള്. പിന്നെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഡ്രാക്കുലറുടെ ഒരു ഡോള് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണേന്ന് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹലോവിൻ ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ഈ ഹലോവിൻ എന്ന് പറയുന്നത്? പ്രേതങ്ങളുടെ വേഷമൊക്കെ അണിഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രം അണിഞ്ഞ് അവരന്ന് എന്തു ചെയ്യാണ്, ഒരു ഡേ പോലെ ആഘോഷിക്കുകയാണ്. അപ്പൊ അത് പല സ്ഥലങ്ങളിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഒരു ഭൂമി വിസിറ്റ് ചെയ്യാന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നോക്കിയേ, വാട്ട്സ് എ മോൺസ്റ്റർ ഹൈ ഡോൾ, ഹെർ മദർ ആസ്ക്. അപ്പൊ എന്താണ് ഈ മോൺസ്റ്റർ ഹൈ ഡോൾ എന്നുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നതെന്ന് അമ്മ ചോദിക്കാം. ദേ ആർ കൂൾ മോം, ദേ ഓൾ ഹാവ് മോൺസ്റ്റർ നെയിം ലൈക്ക് ഫ്രാങ്കൻസ്റ്റീൻ ആൻഡ് ക്ലോഡിൻ വുൾഫ്, ബട്ട് ഐ ലൈക്ക് ഡ്രാക്കുലറ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അവരൊക്കെ കൂൾ ആയിട്ടുള്ള ആൾക്കാരാണ് അമ്മ. അവരെന്താണ്, അവരുടെ പേരുകൾ ഇങ്ങനെയാ, ഫ്രാങ്കസ്റ്റീൻ, അതുപോലെ ക്ലോഡിൻ വുൾഫ്, അങ്ങനെയൊക്കെയാണ് അവരുടെ പേരുകൾ. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ഡ്രാക്കുലോറനാണ്. ഷീ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. അവൾക്ക് നല്ല ലോങ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ഉണ്ട്. പിങ്ക് ബൂട്ട്സ് ആൻഡ് പെറ്റ് ബാറ്റ്. എന്നിട്ട് അവളുടെ പെറ്റ് ആരാണ്? ബാറ്റ് ആണ്. ഐ ലവ് ഹെർ ഔട്ട്ഫിറ്റ്. എനിക്ക് അവളുടെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. റിപ്ലൈഡ് ഗ്രേസ്. അമ്മ ചോദിക്കുകയാണ്, ആരാണ് ഈ ഒരു ഡ്രാക്കുലർ, അല്ലെങ്കിൽ എന്താണ് ഈ മോൺസ്റ്റർ ഗാങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. ഹൗ ഡു യു നോ അബൌട്ട് ദിസ് ഡോൾ, ഹെർ മദർ ആസ്ക്ഡ്. അപ്പൊ അമ്മ ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഇങ്ങനത്തെ ഡോളിനെയൊക്കെ പറ്റിയിട്ട് അറിയാമെന്ന് ചോദിച്ചു. മാഡി ടോൾഡ് മീ അബൌട്ട് ദം. മാഡിയാണ് എന്നോട് ഇതിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നത്. We watched some of their videos at Maddie's house and we even played a computer game. ഞങ്ങൾ അവളുടെ വീട്ടിൽ വെച്ച് ഒരുപാട് വീഡിയോസ് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങളൊരു കമ്പ്യൂട്ടർ ഗെയിം വരെ ഈ മോൺസ്റ്ററിന്റെ കളിച്ചിട്ടുണ്ട്. മോം, ഡ്രാക്കുലേറ ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ് സെറ്റ് ഗ്രേസ്. ഗ്രേസ് പറയാണ്, ഡ്രാക്കുലേറയ്ക്ക് അവളുടെ മാത്രമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്? പ്രോബ്ഡ് ഹെർ മദർ. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, പ്രോബ്ഡ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പൊ അമ്മ അന്വേഷിക്കുകയാണ് അവിടെ എന്താണ് ഈ വീഡിയോസിൽ വന്നിട്ട് ഈ ഡോൾസ് ഒക്കെ ചെയ്യുന്നതെന്നുള്ളത്. ദേ പുട്ട് ഓൺ മേക്കപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദർ ഡയറീസ്. ദേ ആൾ ഗോ ടു മോൺസ്റ്റർ ഹൈ ടുഗദർ, ഗ്രേസ് റിപ്ലൈഡ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവരവരുടെ ഡയറിയിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതും. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഈ മോൺസ്റ്റർ ഹൈ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു നമ്മൾ പറഞ്ഞോളൂ നേരത്തെ, മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസന്മാരുടെ ഒരു ലുക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് ഗ്രേസ് പറഞ്ഞത്. അപ്പൊ അവരൊക്കെ ഒരു രാക്ഷസ കൂട്ടങ്ങളാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. അതിൽ എനിക്കിഷ്ടം ഡ്രാക്കുലേറയാണ്. ഇത് ആ ചാപ്റ്റർ വായിച്ച ആൾക്കാർക്ക് അറിയാം. ഇല്ലെങ്കിൽ ചാനലിലെ ഇംഗ്ലീഷിന്റെ പ്ലേ ലിസ്റ്റിൽ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ പാരഗ്രാഫ് വായിച്ചല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഇവന്റ് ഡസ് ഗ്രേസ് നീഡ് എ ഡോൾ ഫോർ? ഏത് ഇവന്റിനാണ് ഇവിടെ ഗ്രേസിന് ഡോൾ വേണ്ടത്? ഹലോവീൻ ആണ് വേണ്ടത്. ഓക്കെ. വൈ ഡസ് ഗ്രേസ് പ്രിഫർ ഡ്രാക്കുലേറ? എന്തുകൊണ്ടാണ് ഡ്രാക്കുലേറനെ ഗ്രേസ് അവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം? ഡ്രാക്കുലേറ ഹാസ് എ ലോങ് ബ്ലാക്ക് ഹെയർ. വലിയ കറുത്ത മുടിയുണ്ട്. പിങ്ക് ബൂട്ട് ഉണ്ട്. പെറ്റ് ബാറ്റാണ്. ഗ്രേസ് ലവ് ഹെർ ഔട്ട്ഫിറ്റ്. ഇതെല്ലാം കണ്ടപ്പോൾ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. ഹു ടോൾഡ് ഗ്രേസ് അബൌട്ട് ദ മോൺസ്റ്റർ ഹൈഡോൾ? മോൺസ്റ്റർ ഹൈഡോൾസിനെ പറ്റിയിട്ട് ആരാണ് അവളോട് പറഞ്ഞു കൊടുത്തത്? മാഡിയാണ്. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ക്ലോത്ത് വോൺ ടുഗദർ. ഒരു സെറ്റ് ഓഫ് ക്ലോത്ത് ഒരുമിച്ച് ധരിക്കുക. അപ്പൊ അതിനെ പറയുന്ന പേര് ഔട്ട്ഫിറ്റ് എന്നാണ് പറയാ. Why was the mother surprised when Grace expressed her desire to get Dracula? ഡ്രാക്കുലേറ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മ ഭയങ്കര സർപ്രൈസ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഗ്രേസ് ഹാഡ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ ഡോൾ ബിഫോർ. കാരണം മുൻപ് ഇങ്ങനെയുള്ള ഒരു ഡോളിലും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. അതാണ് പെട്ടെന്ന് അവൾക്ക് സർപ്രൈസ് ആയത്. ആർക്ക്? അമ്മയ്ക്ക്.
നെക്സ്റ്റ് സെക്ഷൻ എപ്പോഴും ഇതുപോലെ പോയംസ് ആണ് വരിക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പോയത്തിന്റെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഒരു പോയത്തിന്റെ ലൈൻസ് ആണ്. The snow glows white on the mountain tonight, not a footprint to be seen. A kingdom of isolation, and it looks like I'm the queen. The wind is howling like the swirling storm inside. Couldn't keep it in. Heaven knows I tried. ഇവിടെ അവൾ ഒറ്റപ്പെടലിന്റെ രാജ്യത്ത് ജീവിക്കുകയാണ്. ഇത്രയും നാള് മറ്റുള്ള ആൾക്കാരുടെ അഡ്വൈസിനനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവൾക്ക് മടുത്തു. ഇനി അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. അപ്പൊ ഇവിടെ നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ എന്ന് പറയുമ്പോൾ ആ ഒരു മൗണ്ടൈനിൽ സ്നോ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൗണ്ടൈനിലെ ഒരു ഫുട് പ്രിന്റും ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ പോലും ഇല്ല. അവൾ ഒറ്റയ്ക്കാണ്. കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അവിടെ അവൾ ഒരൊറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ള ആ ഒരു രാജ്യത്ത് അവൾ എന്താണ്, അവൾ അവിടുത്തെ രാജ്ഞിയായിട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. വിൻഡിന്റെ ഹൗളിംഗ്, നിലവിളി എന്ന് പറയുന്നത് നമുക്ക് കൊടുങ്കാറ്റിന്റെ ചുഴിയൊക്കെ വരുന്ന പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കുഡിൻ കീപ് ഇറ്റ് ഇൻ. ഹെവൻ നോസ് ഐ ട്രൈഡ്. അപ്പൊ എന്താണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സ്വർഗത്തിനറിയാം ഞാൻ ഇത്രയും നാൾ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത്, ഞാൻ എത്ര പരിശ്രമിച്ചു എന്നുള്ളത് അറിയാം. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ, ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. കൺസീൽ, ഡോണ്ട് ഫീൽ, ഡോണ്ട് ലെറ്റ് ദം നോ. വെൽ, നൗ ദേ നോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അവൾ എന്തായാലും ആ ഒരു ഒറ്റപ്പെടലിന്റെ രാജ്യത്ത് അവൾ അവിടെ ക്യൂനായിട്ട് നിൽക്കുകയാണ്. അത്രയും സന്തോഷവതിയാണ്. ഇങ്ങനെയുള്ള ടൈമില് ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഒരാളെയും ഇങ്ങോട്ട് കയറ്റുന്നില്ല. ഡോണ്ട് ലെറ്റ് ദം സീ, ഒരാളും ഇതൊന്നും കാണണ്ട. ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. കൺസീൽ. കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. അപ്പോൾ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മറച്ചു വെച്ച് എങ്ങനെയാണോ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്, ബി ദ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് നല്ല കുട്ടി എന്നാണ് അവർ കരുതിയിരുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടതും അതായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും അവൾ മറച്ചു വെച്ച് അവർക്ക് നല്ലതായിട്ട് ജീവിക്കുക. ഡോണ്ട് ഫീൽ ലോ, ഡോണ്ട് ലെറ്റ് ദം നോ. വെൽ, നൗ ദേ നോ. അപ്പൊ അവർക്കൊന്നും അറിയണ്ട, അവർക്ക് ഒരു ഫീലിങ്സും നമുക്ക് എന്താണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യേണ്ടത് പോലും ഇല്ല. പക്ഷെ ഇപ്പൊ അവർക്ക് എന്താന്നുള്ളത് അറിയാം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ മറച്ചു വെച്ചും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരാളെയും നമ്മൾ ഇങ്ങോട്ട് കടത്തുന്നില്ല, ഒരാളും ഇത് കാണാനും പോണില്ല. നമ്മൾ നമ്മുടെ ഏകാന്തമായിട്ടുള്ള ലോകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുകയാണ്. ഇതാണ് ആ ഒരു പോയത്തിൽ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ ഡസ് ദ സ്പീക്കർ കോൾ ദ പ്ലേസ് എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ? എന്തുകൊണ്ടാണ് ഈ ഒരു സ്പീക്കർ ഇവിടെ ആ ഒരു സ്ഥലത്തിനെ കിങ്ഡം ഓഫ് ഐസൊലേഷൻ, ഒറ്റപ്പെടലിന്റെ ഒരു രാജ്യമായിട്ട് അതിനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് പറഞ്ഞത്? ഷീ ഈസ് അലോൺ ദർ, കാരണം അവളോട് ഒറ്റയ്ക്കായിരുന്നു. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻ ഗിവൻ അബവ്. തന്നിട്ടുള്ളതിന് ഒരു സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലൈനിനെ ഒന്നിനെ മറ്റൊന്നായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇത് അതുപോലെയാണ്. അപ്പൊ നമ്മൾ ലൈക്ക് എന്നുള്ള വാക്ക് എവിടെയാണോ കാണുന്നത് അതാണ് സിമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദ വിൻഡ് ഈസ് ഹൗളിംഗ് ലൈക്ക് ദ സ്വെർലിംഗ് സ്റ്റോം എന്ന് പറഞ്ഞാൽ, സ്വെർലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ റൗണ്ട് ചെയ്യാണ്. ഓക്കെ, ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ കൊടുങ്കാറ്റ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ചുഴി പോലെയാണ് വിൻഡിന്റെ. ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ നിലവിളി പോലെ, നിലവിളി ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്കാറ്റിന്റെ ആ ഒരു ചുഴി പോലെ വിൻഡിന്റെ ശബ്ദത്തെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദാറ്റ് എൽസ കുഡിൻ കീപ്പ് ഇൻ? എന്താണ് എൽസയ്ക്ക് അവിടെ വെക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മറച്ചു വെക്കാൻ പറ്റാത്തത് എന്താണ്? ഹെർ ട്രൂ ഇമോഷൻസ്. അപ്പൊ അതാണ് അവൾക്ക് അവിടെ ഇങ്ങനെ ആരും കാണാതെ മറച്ചു വെക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ അവളുടെ ഇമോഷൻസ് പുറത്തെടുത്ത് അവൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്. വൈ ഈസ് എൽസ ആസ്ക്ഡ് ടു കൺസീൽ ഹെർ ഫീലിങ്സ്? എന്തുകൊണ്ടാണ് എൽസോട് അവളുടെ ഫീലിങ്സ് ഒക്കെ മറച്ചു വെക്കാൻ പറഞ്ഞത്? Elsa is asked to conceal her feeling to remain in the good girl she always has to be. അവൾ എന്നും ഒരു നല്ല കുട്ടിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇനിയും അവൾ ജീവിക്കണമെന്ന് സൊസൈറ്റി തിങ്ക് ചെയ്യണു. അതുകൊണ്ടാണ് അവളോട് അവളുടെ ഫീലിങ്സ് എല്ലാം കൺസീൽ ചെയ്യുക, മറച്ചു വെക്കണം എന്നവര് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ എന്താ ഉദ്ദേശിച്ചെന്ന്? അപ്പൊ ഇതിന് നമ്മൾ ആ ഒരു സമ്മറി പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, ഓരോ ചാപ്റ്ററും നന്നായി ഒന്ന് നോക്കുക കേട്ടോ. 10th question, prepare a note of appreciation of the poem Walk Alone, focusing on the theme, imagery and other poetic devices. അപ്പൊ ഇവിടെ വോക്ക് അലോൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം വാക്ക് അലോണിന്റെ സമ്മറി നോക്കിയിട്ട് പിന്നെ ഇതിൽ പോയറ്റിക് ഡിവൈസസ്, നമ്മളെ ലിറ്ററേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, സോ ഇത് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്, നിങ്ങൾക്ക് അറിയാം. വാക്ക് അലോൺ ഈസ് ആൻ ഇൻസ്പയറിംഗ് പോയം റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ.
In this poem, the poet encouraged people to be brave and confident. അപ്പോൾ വാക്ക് അലോൺ എന്ന് പറയുന്ന ഈ പോയം ഒരു ഇൻസ്പയറിംഗ് പോയമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള ഒരു പോയം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പോയം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇതിൽ ഈ പോയത്തിലെ പോയറ്റ് പറയുന്നത് ആൾക്കാരെ എൻകറേജ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ബി ബ്രേവ് ആൻഡ് കോൺഫിഡൻറ്റ്. ബ്രേവ്, ഒരാൾ ധൈര്യത്തിലിരിക്കാൻ, ധൈര്യവാനായിട്ടിരിക്കാനും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കാനും ഒരാളെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. The poet says that if you are working for a good cause and no one support you, you should not lose courage. അപ്പോൾ പോയിറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. അങ്ങനെ ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കൈവിടാൻ പാടില്ല. ഈവൻ ഇഫ് പീപ്പിൾ ആർ അഫ്രൈഡ്, സൈലന്റ് ഓർ refuse to join you, you must continue your journey alone. ആൾക്കാർക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കും, ചില ആൾക്കാർ മടി കാണിക്കും നിങ്ങളോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഡു നോട്ട് വെയിറ്റ് ഫോർ അതേഴ്സ് ടു ഹെൽപ്പ് യു. മറ്റൊരാൾ നിങ്ങളെ സഹായിക്കണം എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇനി ഹി ടെൽസ് അസ് ടു, ഇനിയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. സ്പീക്ക് ഔട്ട് ഇഫ് നോ വൺ ലിസൺ. ഒരാളും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയണം. മൂവ് ഫോർവേഡ് ഈവൻ ഇഫ് നോ വൺ വർക്ക്സ് വിത്ത് യു. ഒരാളും നിങ്ങളുടെ ഒപ്പം കൂടെ നടക്കാനുണ്ടാവില്ല നിങ്ങളുടെ ജേണിയിൽ, എന്നാളും നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഡിവോഴ്സ് ആയിരിക്കാം, ഒരാളെ വേർപെട്ട് പോയിരിക്കാം. എന്നാലും നമ്മൾ എവിടെ സ്റ്റക്ക് ആവാൻ പാടില്ല, മുന്നോട്ട് പോകണം. ഇനി അതല്ല, ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഫാമിലിയിലുള്ള ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അവർ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി ചില ഫ്രണ്ട്സ് നിങ്ങളെ ചതിച്ചു എന്ന് വയ്ക്കുക, അപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ലൈറ്റ് യുവർ ഓൺ ലാമ്പ് ഇഫ് ദർ ഇസ് ഡാർക്ക്നെസ് എവരിവർ. ചുറ്റും ചിലപ്പോൾ ഡാർക്ക്നെസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള വഴിക്കുള്ള വെളിച്ചം നിങ്ങൾ തന്നെ കത്തിക്കുക, ലാമ്പ് കത്തിക്കുക. ദ പോയം ഗിവ്സ് എ സ്ട്രോങ് മെസ്സേജ് അബൌട്ട് സെൽഫ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. ഇതുകൊണ്ടൊക്കെ ഈ പോയം തരുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ എപ്പോഴും സെൽഫ് കോൺഫിഡൻസ്, ആത്മധൈര്യം ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടാവണം, ഡിറ്റർമിനേഷൻ, എവിടേക്കാ പോവാന്നുള്ള കറക്റ്റ് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, ആൻഡ് കറേജ്, ധൈര്യം ഉണ്ടായിരിക്കണം. It teaches that a true leader is someone who stands firm in difficult times even without support. ഒരാളുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും എത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കഷ്ടപ്പെട്ട അവസ്ഥകൾ വന്നാലും ഒറ്റയ്ക്ക് നിൽക്കാൻ ആർക്കാണോ പറ്റുന്നത് അവരാണ് ഒരു വലിയ ലീഡർ, ട്രൂ ആയിട്ടുള്ള ലീഡർ എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് തരുന്ന മെയിൻ മെസ്സേജ്, ബി ബ്രേവ് ആൻഡ് ഫോളോ ദ റൈറ്റ് പാത്ത്. എപ്പോഴും ധൈര്യവാനായിട്ട് നിൽക്കുക, കറക്റ്റ് ആയിട്ടുള്ള വഴികളിലൂടെ പോവുക. ഈവൻ ഇഫ് യു ഹാവ് ടു വോക്ക് അലോൺ. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കാവും ആ ഒരു പാതയിലൂടെ പോകാനുണ്ടായുള്ളൂ, പക്ഷെ എന്നാലും നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നേറുക. ഇതാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പോയറ്റിക് ഡിവൈസസ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ, നമ്മുടെ ടെക്സ്റ്റിലെ അതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആ ടെക്സ്റ്റിന്റെ പോർഷൻസ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ടാഗോർ യൂസസ് വേരിയസ് പോയറ്റിക് ഡിവൈസസ് ടു എൻഹാൻസ് ദ പോയംസ് മെസ്സേജ്. പോയത്തിന്റെ മെസ്സേജ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, imagery is vividly portrayed through phrases like dark road, stormy night, which create a sense of struggle and isolation. ഇവിടെ കുറച്ച് വാക്കുകൾ, ഫ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡാർക്ക് റോഡ്, അതുപോലെ സ്റ്റോമി നൈറ്റ് എന്ന് വെച്ചാൽ ഇരുട്ടുള്ള ഒരു ഭയങ്കര ഇരുട്ട് കൂടിയ റോഡുകളും, സ്റ്റോമി നൈറ്റ് ഇരുണ്ട അല്ലെങ്കിൽ കൊടുങ്കാറ്റുള്ള രാത്രി. അപ്പം അത്രയും പ്രശ്നങ്ങൾ വരുന്ന ഒരു ദിവസം, ഒരു രാത്രി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരാളുടെ ജീവിതം. വിച്ച് ക്രിയേറ്റ് എ സെൻസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഐസൊലേഷൻ. കണ്ടില്ലേ, നമ്മുടെ സ്ട്രഗിൾ, നമ്മുടെ ബുദ്ധിമുട്ടിനെയും നമ്മുടെ ഒറ്റപ്പെടലിനെയും ആണ് ഈ രണ്ട് വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും പോയറ്റിക് ഡിവൈസ് തന്നെയാണ്. കാരണം നമ്മുടെ ആ ഒരു പോയത്തിൽ ഫ്രേസസ് വന്നു. ഇനി അലിട്രേഷൻ ഇൻ ഫ്രേസസ് സച്ച് ആസ് ട്രാമ്പിൾ, ട്രെഡ്, രണ്ടും ഒരേ ഉച്ചാരണങ്ങളാണല്ലോ, പ്രൊനൗൺസിയേഷൻ ആണല്ലോ. അപ്പൊ അതിന് അലിട്രേഷൻ എന്ന് പറയും. ആഡ്സ് എ റിതമിക് ക്വാളിറ്റി. അത് നമുക്കൊരു റിതമിക് ക്വാളിറ്റി തരും. ഈ ഒരു റിതമിക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പോയറ്റിന്റെ ഒരു താളം വേണ്ടേ, അത് തരുന്നുണ്ട്. മേക്കിംഗ് ദ പോയം മോർ എൻഗേജിങ്. അത് ഒന്നും കൂടി ആൾക്കാരിൽ ഒരു എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് സമയം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നും. The use of anaphora with repeated lines like move on alone emphasize the importance of self-reliance. അപ്പോൾ ഇവിടെ ചില ലൈൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോയത്തിൽ വരും, അതിനാണ് അനഫറ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൈൻസ് വരുന്നുണ്ട്. Additionally, symbolism is evident in the thorns in your path, representing the obstacle when encounter in life. അപ്പം നമുക്ക് ഒന്നിനെ മറ്റൊന്നായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന കുറേ വാക്കുകൾ വരും. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞ്, തോൺസ് ഇൻ യുവർ പാത്ത്, നിങ്ങളുടെ വഴിയിലൂടെയുള്ള മുള്ളുകൾ. അതിനെ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വഴിയിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെയാണ്. ഓവറോൾ, ടാഗോർസ് യൂസ് ഓഫ് ദീസ് ഡിവൈസസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫൈ ദ പോയം
ബട്ട് ആൾസോ ഡീപ്പൻ ഇറ്റ്സ് മെസ്സേജ്. ഇത് പോയത്തിന് മാത്രമല്ല ഭംഗി കൊടുക്കുന്നത്, നമ്മൾ ഈ അലിട്രേഷൻ, അനഫോറ, അതുപോലെ ഇവിടെ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് പകരം അതിൻ്റെ ഒപ്പം തന്നെ മെസ്സേജും തരുന്നുണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള മെസ്സേജ് തരുന്നുണ്ട്. അബൌട്ട് ദ സ്ട്രെങ്ത് ഫൗണ്ട് ഇൻ വാക്കിംഗ് വൺസ് ഓൺ പാത്ത്, ഒരാളുടെ വഴിയിലൂടെ ഒരാൾ തന്നെ നടന്നു പോകണം മറ്റൊരാളുടെ സഹായമില്ലാതെ എന്നുള്ള ഒരു വലിയ മെസ്സേജ് തരുന്നുണ്ട്. ഇൻസ്പയറിംഗ് റീഡേഴ്സ് ടു എംബ്രേസ് ദർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കറേജ്, ഒരാൾക്ക് അവരുടേതായിട്ട് തന്നെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് റീഡേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്ന ആൾക്കാർക്ക് വരെ പ്രചോദനമാകുന്ന രീതിയിലാണ് ഓരോ ലൈൻസും തന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ല? അപ്പൊ സമ്മറിയും ഇതിൽ നിന്ന് ഒരു 2-3 അലിട്രേഷൻ, അനഫോറൊക്കെ എന്താന്നുള്ളത് പഠിച്ചു വെക്കുക, എന്നുള്ള എക്സാമ്പിൾ എഴുതുക എന്നുള്ള രീതിയിൽ എഴുതുക. നെക്സ്റ്റ് വൺ, നമുക്കൊരു പാസേജ് ആണ് തരിക. ഞാൻ പറഞ്ഞു ഒരു പാസേജ് നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്നുള്ളത് ഉണ്ടായിരിക്കും, ഒരെണ്ണം പുറത്തുനിന്നുള്ളത് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ഔട്ട്സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു പാസേജ് തന്നുള്ളതാണ്, അതിൽ നോക്കി നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് പാസേജ് തന്നെയല്ല വരിക, വേറെ പാസേജസ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15-16 ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ ഞാനിവിടെ 2 ആൻസർ തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ പറയുമ്പോഴും ആ മോഡലിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കഴിഞ്ഞ ഇയറിലും വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ഈ ഇയറും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. വി ലിവ് ഇൻ എ വേൾഡ് വേർ ദ അഡ്വർടൈസിംഗ് മീഡിയ ഓഫൺ lures in us to become consumers of product we do not want. In the light of your reading of this article, Toys to Teens, prepare a write-up on the influence of advertisement on adolescent. അപ്പോൾ ടോയ്സ് ടു ടീൻസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം കേട്ടോ, നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം, കാരണം അതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് പരസ്യങ്ങൾ ഇപ്പൊ കൗമാരക്കാരിലായാലും ചൈൽഡ്ഹുഡ് ചെറിയ കുട്ടികളിലായാലും ഒരുപാട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ അത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം അനുസരിച്ചിട്ട് നമ്മളോട് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു റൈറ്റപ്പ് എഴുതണ്ട കേട്ടോ. നമുക്കൊന്ന് നോക്കാം. അഡ്വർടൈസ്മെന്റ് പ്ലേ എ പവർഫുൾ റോൾ ഇൻ ഷേപ്പിംഗ് ദ മൈൻഡ്സ് ഓഫ് അഡൾട്ട്സ്. നമുക്കറിയാം കൗമാരക്കാരിലെ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പം നമ്മളൊരു പരസ്യം കണ്ടിട്ടായിരിക്കും ചില പ്രൊഡക്റ്റ് പോയിട്ട് മേടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സ്റ്റാർ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കാൻ പോകും. ഇൻ ടുഡേയ്സ് വേൾഡ് മീഡിയ കോൺസ്റ്റന്റ്ലി പ്രൊമോട്ട് പ്രൊഡക്റ്റ് ത്രൂ ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, ഫിലിം ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഇന്നത്തെ കാലഘട്ടത്ത് മീഡിയയാണ് നമ്മളെ ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ടി വിയിലായാലും സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അങ്ങനെയെല്ലാം. ഇനി സിനിമകളിൽ, ഫിലിമിലായാലും, ഇനി അതുമല്ല കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ, അവർ മുഖേനയും നമുക്കിങ്ങനെ സാധനങ്ങൾ മേടിക്കാനുള്ള ആ ഒരു നമുക്ക് ആ ഒരു ആഗ്രഹം കൂടും. അതുപോലെ അതിലൂടെയൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതും. ഓക്കെ, teenagers are especially vulnerable because they are in a stage of life where they are forming their identity and seeking acceptance. ടീനേജേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം അവരെന്ന് പറയുന്നത് വൾണറബിൾ, എസ്പെഷ്യലി വൾണറബിൾ എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടിരിക്കുന്നത് ഇപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താണ്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ആ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്ന ആ ഒരു സമയമാണ്. അപ്പൊ എല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ ആൾക്കാരും ഇപ്പൊ അവര് നല്ലത് എന്ന് പറയണം, അവര് ഇപ്പൊ അവര് വെയർ ചെയ്യുന്ന ഡ്രസ്സ് നല്ലതെന്ന് പറയണം, അങ്ങനെ എല്ലാം അവരെ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കണം. ആ ഒരു സ്റ്റേജിലാണ് അവരുള്ളത്. അഡ്വർടൈസ്മെന്റ് ഓഫൺ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ നീഡ്സ്. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് ശരിക്കും ആവശ്യമുള്ളതാവില്ല, പക്ഷെ ഓരോ പരസ്യങ്ങൾ കണ്ട് നമുക്ക് അത് ഇതൊക്കെ വേണം തോന്നും. ദേ മേക്ക് യങ് പീപ്പിൾ ബിലീവ് ദാറ്റ് ഓണിങ് സർട്ടൻ ക്ലോത്ത്, ഗാഡ്ജറ്റ് ഓർ ബ്യൂട്ടി പ്രൊഡക്റ്റ് വിൽ മേക്ക് ദം പോപ്പുലർ, കോൺഫിഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ. അവർ വിചാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ ബിലീവ് ചെയ്യുക, അവർ വിശ്വസിക്കുന്നത് എന്താണ്, ചില ക്ലോത്ത്, ഇപ്പൊ നമുക്കറിയാം ചില ഫിലിം സ്റ്റാർ ഇട്ട ഡ്രസ്സ് മേടിക്കുക, അവർ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്, ഇപ്പൊ ഐഫോൺ അതൊക്കെ മേടിക്കുക, ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിക്കുക. അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ നമ്മളെ കുറച്ചും കൂടി ഫേമസ് ആക്കും, നമ്മൾ കുറച്ചും കൂടിയും ആത്മവിശ്വാസത്തോടെയൊക്കെ നിൽക്കും, നമ്മൾ സക്സസ്ഫുൾ ആയി ജീവിതത്തിൽ എന്നൊക്കെ അവർ വെറുതെ അങ്ങോട്ട് വിചാരിച്ച് അവർ ഓരോ പ്രൊഡക്റ്റും മേടിക്കുക. മെനി ആഡ്സ് യൂസ് സെലിബ്രിറ്റീസ് ആൻഡ് അട്രാക്റ്റീവ് മോഡൽ ടു ഇൻഫ്ലുവൻസ് ടീനേജേഴ്സ്. നമ്മുടെ ഈ ടീനേജേഴ്സിനെ, കൗമാരക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പരസ്യങ്ങളിൽ ഇപ്പോഴും വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ആസ് ഡിസ്കസ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ ടോയ്സ് ടു ടീൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്പെസിഫിക്കലി ടാർഗറ്റ് യങ് മൈൻഡ് ബൈ അപ്പീലിംഗ് ടു ദെയർ ഇമോഷൻ ആൻഡ് സെക്യൂരിറ്റി.
ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതുപോലുള്ള യങ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള യങ് ആയ കുട്ടികളെയാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരു പാരൻസ് ആയിട്ട് നിങ്ങളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പാരൻസിനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫോഴ്സ് ചെയ്യും, എന്നിട്ട് നിങ്ങളത് മേടിക്കും. പലതും നിങ്ങൾക്ക് ആവശ്യമുള്ളതാവില്ല. ദിസ് ഇൻഫ്ലുവൻസ് ക്യാൻ ലെഡ് ടു അൺനെസസറി സ്പെൻഡിങ്, പിയർ പ്രഷർ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വൺസ് അപ്പിയറൻസ് ഓർ ലൈഫ് സ്റ്റൈൽ. ഈ ഒരു ഇൻഫ്ലുവൻസ്, ഇങ്ങനെ ഈ ഓരോ സോഷ്യൽ മീഡിയയിലും കാണുന്ന ഓരോ ഇൻഫ്ലുവൻസ് വഴി നിങ്ങൾ അൺനെസസറി സ്പെൻഡിങ്, ആവശ്യമില്ലാതെ നിങ്ങൾ പൈസ അവിടെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. പിയർ പ്രഷർ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഡിസാറ്റിസ്ഫാക്ഷൻ, ഒന്നിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണില്ല, നിങ്ങൾക്ക് ഒരു സംതൃപ്തി വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസോടും നിങ്ങൾക്കൊരു സംതൃപ്തി ഇല്ല. സംടൈം ഇറ്റ് മേ ഈവൻ അഫക്ട് സെൽഫ് എസ്റ്റീം ആൻഡ് മെന്റൽ ഹെൽത്ത്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒന്നും കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മെന്റലി നിങ്ങൾക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നും. അതുപോലെ നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങളുടെ ഒരു അഭിമാനത്തെ ബാധിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതാണ് മീനിങ് കേട്ടോ, നിങ്ങളുടെ ആത്മാഭിമാനം അതിനെ ബാധിക്കുന്ന പോലെയൊക്കെ തോന്നും. ടീനേജേഴ്സ് മേ കമ്പയർ ദംസെൽഫ് വിത്ത് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഷോൺ ഇൻ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിൽ കാണുന്ന അത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല, പക്ഷെ അതിനൊക്കെ വെച്ച് നിങ്ങൾ എന്താണ് നിങ്ങൾ കമ്പയർ ചെയ്യാണ്. നിങ്ങളെ വെച്ച് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റും അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഹവർ അവയർനെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്യാൻ റെഡ്യൂസ് ദിസ് ഇൻഫ്ലുവൻസ്. എന്നാൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ ഈ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും കൊടുക്കുക, അവരെ ഒന്ന് ബോധവൽക്കരിക്കുക. Parents and teachers should guide adolescents to understand the difference between needs and want. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ, നീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, ഇത് രണ്ടും തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. ആവശ്യങ്ങൾക്കനുസരിച്ച് മേടിക്കുക, വേണ്ടതൊക്കെ നമ്മൾ പോയി മേടിക്കാൻ പാടില്ല, അത് നമുക്ക് ആവശ്യമാണോ എന്ന് വെച്ചിട്ട് മേടിക്കുക. മീഡിയ ലിറ്ററസി ഹെൽപ്പ് ടീനേജേഴ്സ് മേക്ക് വൈസ് ഡിസിഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി ഫോളോയിങ് ട്രെൻഡ്. ട്രെൻഡിനനുസരിച്ച് ഓരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടാതെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് കരുതി വൈസ് ഡിസിഷൻ, ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. ഇൻ കൺക്ലൂഷൻ, അഡ്വർടൈസ്മെന്റ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് അഡോളസെന്റ്. അപ്പോൾ കൺക്ലൂഷനിൽ ഞാൻ പറയാണ്, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ, കൗമാരക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് അവയർനെസ് ദർ നെഗറ്റീവ് ഇമ്പാക്ട് ക്യാൻ ബി കൺട്രോൾ. അവർക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് നേർവഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവയർനെസ്, നല്ലോണം ബോധവൽക്കരണ ക്ലാസ് ഒക്കെ പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാം പഠിച്ചെഴുതാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇതിന്ന് അത്യാവശ്യം നല്ല കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇരുന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ പോയിന്റ്സ് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീറ്റിംഗ് ബിറ്റ്വീൻ ദ ലെജൻഡറി കാർട്ടൂണിസ്റ്റ് ജോസഫ് ബാർബറ ആൻഡ് ദ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ ഹിറ്റ് ദ ഹെഡ്ലൈൻസ് ദ നെക്സ്റ്റ് ഡേ. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ലെജൻഡ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ് ജോസഫ് ബാർബറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹവും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ ഒക്കെ കൂടിയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ. കിങ് ഓഫ് പോപ്പ് എന്നാണ് മൈക്കിൾ ജാക്സനെ പറയുന്നത്. മൈക്കിൾ ജാക്സൺ ഒരു ഡാൻസറാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിറ്റത്തെ ദിവസം ഒരു ന്യൂസ് റിപ്പോർട്ട് വരണം. ആ ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ എഴുതാം. ലെജൻഡറി കാർട്ടൂണിസ്റ്റ് മീറ്റ് കിങ് ഓഫ് പോപ്പ്. ലെജൻഡറി കാർട്ടൂണിസ്റ്റ് കിങ് ഓഫ് പോപ്പ് മീറ്റ് ചെയ്തു. ലോസ് ഏഞ്ചലസ് ട്യൂസ്ഡേ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, സ്ഥലം എഴുതണം, ഏതാണ് ദിവസം എന്നുള്ളത് എഴുതണം. A remarkable meeting between legendary cartoonist Joseph Barbera and the king of pop Michael Jackson created headlines yesterday. അപ്പോൾ ഇന്നലെ എല്ലാവരുടെയും ഒരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു കാര്യമാണ്. എല്ലാ പേപ്പറിലും ഒരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാണ്. ആരൊക്കെ? നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ ജാക്സണും. അവരുടെ മീറ്റിംഗ് ആണ് അതിനൊരു കാരണമായത്. റിമാർക്കബിൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. The two icons met at a private gathering in Los Angeles where they reported discussed their mutual admiration for animation and music. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആനിമേഷനിലും മ്യൂസിക്കിലുമുള്ള ആ ഒരു താല്പര്യം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. അവര് ഒരു പ്രൈവറ്റ് ഗാദറിംഗ് എന്ന് വെച്ചാൽ അവർ രണ്ടാളും മാത്രം അടങ്ങുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അവരവിടെ ഒത്തുകൂടിയത്. ഏതായിരുന്നു സ്ഥലം? ലോസ് ഏഞ്ചല. Sources says that Michael Jackson, known for his love of cartoon and creativity, expressed deep respect for Barbara's contribution to the world of animation. മൈക്കിൾ ജാക്സൺ ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ലവ് ഉണ്ട് എന്തിനോട്? കാർട്ടൂൺ, ക്രിയേറ്റിവിറ്റി, അതിന് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പെക്ട്, ബഹുമാനം അദ്ദേഹം എക്സ്പ്രസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് ബാർബറോട്. ഇനി ബാർബറ എന്ന് പറയുന്ന ആള് ഈ ആനിമേഷന്റെ വേൾഡിലേക്ക് ഒരുപാട് സംഭാവനകൾ, അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി
Joseph Barbera, co-creator of several beloved cartoon characters, appreciated Jackson's artistic genius and innovative music videos. തിരിച്ച് എന്ത് ചെയ്തു? ബാർബരി അവിടെ തിരിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. എന്തിനാണ്? ജാക്സന്റെ ആ ഒരു ആർട്ടിസ്റ്റിക് ജീനിയസ് ആൻഡ് ഇന്നോവേറ്റീവ് മ്യൂസിക് വീഡിയോസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, അദ്ദേഹത്തിന്റെ മ്യൂസിക് വീഡിയോസിനോട് എന്നുള്ള അപ്രിഷിയേറ്റഡ് ജാക്സൺസ് മ്യൂസിക് വീഡിയോസ് അങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഒരുപാട് നല്ല നല്ല സിനിമകളിലായാലും നല്ല നല്ല വീഡിയോസിൽ മ്യൂസിക് വീഡിയോസിലായാലും ഡാൻസ് ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് തിരിച്ചും അഭിനന്ദിച്ചു ബാർബര. Witnesses described the meeting as warm and friendly, with both legends sharing ideas about possible creative collaboration. അപ്പൊ അവിടെ കുറച്ച് കണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് പറയാണ് ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി മീറ്റിംഗ് ആയിരുന്നു. അവരുടെ ലെജൻസ് അവരുടെ ഐഡിയാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അബൌട്ട് പോസിബിൾ ക്രിയേറ്റീവ് കൊളാബറേഷൻ, രണ്ടാളും കൂടി ഒരു കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഫാൻസ് അക്രോസ് ദ വേൾഡ് റിയാക്റ്റഡ് വിത്ത് എക്സൈറ്റ്മെന്റ് ആഫ്റ്റർ ന്യൂസ് ഓഫ് ദ മീറ്റിംഗ് സ്പ്രെഡ്. അങ്ങനെ അവർ തമ്മിൽ രണ്ടാളും കൊളാബറേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കഴിവും അദ്ദേഹം ഒരു ഡാൻസ് കളിക്കുന്ന വ്യക്തിയും കൂടി ആയതുകൊണ്ട് രണ്ടാളുടെയും ക്രിയേഷൻ ഒരുമിച്ച് വരുന്നുണ്ട്. ഇത് ഫാൻസ് അറിഞ്ഞപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് അവർ ആ ഒരു അവരുടെ സന്തോഷം പങ്കുവയ്ക്കാണ്ട് റിയാക്ട് ചെയ്തു അവര്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വേർ ഫ്ലഡഡ് വിത്ത് മെസ്സേജസ് സെലിബ്രേറ്റിംഗ് ദ യൂണിയൻ ഓഫ് ടു ക്രിയേറ്റീവ് ജയൻസ് ഫ്രം ഡിഫറെന്റ് ഫീൽഡ് ഓഫ് എന്റർടൈൻമെന്റ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് എല്ലാവരും ഫ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു വെള്ളപ്പൊക്കം പോലെ ഇവരുടെ ഈ ഒരു ന്യൂസ് പടർന്ന് പന്തലിച്ചപ്പോൾ എല്ലാവരും ആഘോഷിക്കുകയാണ് ചെയ്തത്. കാരണം എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്നുള്ള രണ്ട് വ്യക്തികളാണ് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. ദ അൺഎക്സ്പെക്ടഡ് interaction between these two cultural icons has sparked curiosity about future project that may combine animation and music. അപ്പോൾ ഇനി എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ പ്രൊജക്ട് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ ഇപ്പോഴും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യൂരിയസ് ആണ് അവർ. ഓക്കെ, ദ അൺഎക്സ്പെക്ടഡ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇവര് പ്രതീക്ഷിക്കാണ്ടാണ് രണ്ടാളും തമ്മിൽ ആ ഒരു ഇന്ററാക്ഷൻ വന്നത്. അത് നല്ലൊരു ക്യൂരിയോസിറ്റി, നല്ലൊരു ഫ്യൂച്ചർ പ്രൊജക്റ്റിലേക്കുള്ള ക്യൂരിയോസിറ്റി ആയി. ദേ മേ കമ്പൈൻ അനിമേഷൻ ആൻഡ് മ്യൂസിക്. അപ്പൊ ഇനി അവരുടെ ഒരു പ്രൊജക്റ്റില് മ്യൂസിക്കും അതുപോലെ തന്നെ അനിമേഷനും കമ്പൈൻ ചെയ്ത് വരാം എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th 19th. ഇനി നിങ്ങളോടുള്ള ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ വിചാരിക്കും മനസ്സിലാവാത്താവില്ല, കാരണം ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, പക്ഷേ നിങ്ങൾക്ക് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള ആൾക്കാരെ ആ ചാപ്റ്റർ വായിച്ചിട്ട് പോവാം. ഓക്കെ, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആ ചാപ്റ്ററിൽ നിന്ന് എഴുതാൻ പറ്റാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇത് പഠിക്കാം. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന ഓരോ ലൈൻ അതുപോലെ തന്നെ നിങ്ങൾ എടുത്ത് പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ചെറുതാക്കാം. സോ 17th ക്വസ്റ്റ്യൻ നോക്കാം. 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് വായിക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണ്ടോ നോക്കുക. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. വിച്ച് സിറ്റി വാസ് ഗോയിങ് ത്രൂ എ വിൻഡി ഫേസ് ഇൻ പാസേജ്. പാസേജിൽ ഏത് വില്ലേജിനാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് ഒരു വിൻഡി ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അവിടെ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് മുണ്ടുകുട്ടുശ്ശേരി ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൗ ലോങ് ഹാഡ് ദ ബ്രൂട്ടൽ വിൻഡ് ബീൻ സ്വീപ്പിംഗ് ദ നോർത്തേൺ ഔട്ട്സ്കേർട്ട് ഓഫ് ദ സിറ്റി. അപ്പോൾ ആ ഒരു നോർത്തേൺ ഔട്ട്സ്കേർട്ടിൽ എത്ര നാളായി ആ ഒരു വിൻഡ്, ബ്രൂട്ടൽ വിൻഡ് എന്ന് വെച്ചാൽ അതിക്രൂരമായിട്ടുള്ള ആ ഒരു കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര നാളായി എന്ന് ചോദിച്ചിരിക്കുന്നത്. ഫോർ ഓവർ എ വീക്ക് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ എയർ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് അറിയാം, വിച്ച്, വെൻ, വാട്ട്, ഹൗ. അതിപ്പോൾ ഈ പാരഗ്രാഫ് തന്നെ വരുന്ന ഇന്നില്ല, അതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച്, വാട്ട്, വെന്, വേർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം, ക്വസ്റ്റ്യൻ ടാഗ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, next one. Michael Jackson is quite fascinated by the sketches of a cartoon by Joseph Barbera. He jots down his feeling in the diary. Prepare the likely diary entry. അപ്പോൾ മൈക്കിൾ ജാക്സൺ നമ്മുടെ ജോസഫിനെ കണ്ടിട്ട് കാർട്ടൂണിന്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആയി. ആൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി ആ കുറെ കാർട്ടൂൺസ് ക്രിയേറ്റിവിറ്റി ഒക്കെ കണ്ടിട്ട്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഡയറി എഴുതുകയാണ്. ഇങ്ങനെയായിരിക്കും ഡയറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഡയറി എൻട്രി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക, ഒരു ബോക്സ് വരയ്ക്കുക, അതിനകത്ത് ഡേറ്റ്, ഡേ എല്ലാം കൊടുക്കണം. ഞാനിവിടെ 12 ഓഗസ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ 12 ഓഗസ്റ്റ് 2026 വെൻസ്ഡേ ആണെങ്കിൽ വെൻസ്ഡേ, അങ്ങനെ ഏതാണോ ആ ഒരു ഡേ കൊടുക്കുക. എന്നിട്ട് ടുഡേ വാസ് ട്രൂലി എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഓർക്കാനാവുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓർത്തു വെക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. I had the rare privilege in meeting of legendary cartoonist Joseph Barbera. Ever since my childhood, I have admired the magic of his creation. അപ്പോൾ എനിക്കിന്ന് ജോസഫ് ബർബറനെ കാണാൻ പറ്റി. അദ്ദേഹമായിട്ടൊരു മീറ്റിങ്ങിന് ഒരു പ്രിവിലേജ് ഉണ്ടായി.
എവർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ആ ഒരു അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻസ് ഓഫ് മാജിക്, അല്ലെങ്കിൽ ആ ഒരു ആളുണ്ടാക്കുന്ന ക്രിയേഷൻസ് എന്താ കാർട്ടൂൺസ് ആണ്. അപ്പോൾ ആ മാജിക് കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സീയിങ് ദ ഒറിജിനൽ സ്കെച്ചസ് ഓഫ് ടോം ആൻഡ് ജെറി ഫിൽഡ് മീ വിത്ത് എക്സൈറ്റ്മെന്റ് ആൻഡ് നൊസ്റ്റാൾജിയ. അപ്പോൾ ഈ ഒറിജിനൽ സ്കെച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി ആരാണോ ടോം ആൻഡ് ജെറീനെ വരച്ചത് അദ്ദേഹത്തെ കാണാൻ പറ്റി എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റും നൊസ്റ്റാൾജിയ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വന്നു. ദ ഡ്രോയിങ് വാസ് സിമ്പിൾ യെറ്റ് സോ ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഇമോഷൻസ്. ഡ്രോയിങ് സിമ്പിൾ ആണ്, പക്ഷേ അതിൽ ഫുൾ ഓഫ് ലൈഫും ഇമോഷൻസും ഉണ്ട്. ഇറ്റ് അമൈസ് ടു മീ ഹൗ എ ഫ്യൂ സ്ട്രോക്സ് ഓഫ് ഇങ്ക് കുഡ് ക്രിയേറ്റ് സച്ച് അൺഫോർഗറ്റബിൾ ക്യാരക്ടേഴ്സ്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഓഫ് ഇങ്ക് അതെങ്ങനെയാണ് ഇത്രയും നമുക്ക് മറക്കാനാവാത്ത കുറച്ച് ക്യാരക്ടേഴ്സിനെ തരുന്നത്. ടോം ആൻഡ് ജെറി ഇപ്പം നമ്മൾക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. ഐ റിയലൈസ് ദാറ്റ് ആനിമേഷൻ ലൈക്ക് മ്യൂസിക് സ്പീക്ക് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. എനിക്ക് മനസ്സിലായി ആനിമേഷൻസിൽ ഇങ്ങനെയുള്ള ഈ പാട്ടായാലും അതുപോലെ കുറേ സംസാരങ്ങൾ, കുറേ സ്പീക്സ് ആയാലും അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അതിപ്പം നമുക്ക് ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും ഈ ലോകത്തെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആനിമേഷൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കഴിവ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് നീഡ് മെനി വേർഡ്സ് ടു ടച്ച് ദ ഹാർട്ട്. നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്താൻ ഒരുപാട് വാക്കുകൾ വേണ്ട, ഇങ്ങനെയുള്ള ചെറിയ ആനിമേഷൻസ് മതി. ആസ് ഐ ലുക്ക്ഡ് അറ്റ് ദ സ്കെച്ചസ്, അദ്ദേഹം വരച്ച സ്കെച്ചസ് എന്ന് പറയുമ്പോൾ ആ പിക്ചേഴ്സിൽ നോക്കിയപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എ ചൈൽഡ് അഗെയിൻ. വീണ്ടും ഒരു കുട്ടിയായി എനിക്ക് തോന്നി. ഫ്രീ, ഹാപ്പി ആൻഡ് ഫുൾ ഓഫ് ഡ്രീം. ഞാൻ ഭയങ്കര ഫ്രീ ആയി, സന്തോഷമായി, അതുപോലെ വീണ്ടും സ്വപ്നങ്ങൾ ഉയർന്ന പോലെ തോന്നി. മിസ്റ്റർ ബാബറാസ് പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ ഇൻസ്പയർഡ് മീ ഡീപ്ലി. അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷനും അദ്ദേഹത്തിന്റെ പാഷനും എന്നെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിച്ചു. ആർട്ട്, വെദർ ത്രൂ ഇങ്ക് ഓർ മെലഡി, ഹാസ് ദ പവർ ടു ബ്രിങ് ജോയ് ടു മില്യൻസ്. ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർക്ക് സന്തോഷം വരുത്താനായിട്ട് ഇതുപോലെയുള്ള കലകളും അതുപോലെ തന്നെ പാട്ടുകളായാലും സാധിക്കും. ഇങ്ങനെയുള്ള കലകൾക്ക് പറ്റും. കലകളിൽ എന്തുണ്ട്? ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരയ്ക്കുന്ന ആൾക്കാരെ, മെലഡി നമുക്കറിയാം, പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ കലാകാരന്മാരെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആയിരക്കണക്കിന് ആൾക്കാരിൽ സന്തോഷം ഉണർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ഡയറി അവിടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സെന്റൻസും മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസാ. നിങ്ങൾ ഇത് പഠിച്ചു വെക്കാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആയിട്ട് രണ്ട് വരിയും കൂടി പറഞ്ഞിട്ട് ആ ഡയറി അവസാനിക്കുകയാണ്. ടുഡേ സ്ട്രെങ്തൻഡ് മൈ ബിലീവ് ദാറ്റ് ക്രിയേറ്റിവിറ്റി ഹാസ് നോ ബൗണ്ടറീസ്. ഇന്ന് എന്നെ ഒന്നും കൂടി എൻ്റെ വിശ്വാസത്തെ ഒന്നും കൂടി സ്ട്രെങ്ത് ചെയ്യാണ് ചെയ്തത്. എന്താണ്? നമ്മുടെ കലകൾക്ക്, ക്രിയേറ്റിവിറ്റിക്ക് എന്തില്ല? ബൗണ്ടറീസ് ഒന്നുമില്ല. കഴിവിന് അവിടെ ഒരു ബൗണ്ടറീസും ഇല്ല. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് മെറ്റ് സച്ച് എ ജീനിയസ്. അതുപോലുള്ള അദ്ദേഹത്തെ, ആ ഒരു ബുദ്ധിമാനായ അല്ലെങ്കിൽ ആ വയസ്സായിട്ടുള്ള ആളെ കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഭയങ്കര ദൈവത്തിനോട് നന്ദിയുള്ളവനാകുന്നു. ദിസ് മീറ്റിംഗ് വിൽ റിമൈൻ വൺ ഓഫ് ദ മോസ്റ്റ് ചിയറൈസ്ഡ് മൊമെന്റ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിലെ ചെറിഷ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് ആയിട്ട് ഞാൻ ഈ ഒരു മൊമെന്റിനെ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എപ്പോഴും നമുക്ക് സന്തോഷിക്കാനും ഓർക്കാനും പറ്റുന്ന ഒരു മൊമെന്റ് ആയിട്ട് ഈ മീറ്റിങ്ങിനെ ഞാൻ വെക്കും. അതാണ് പറഞ്ഞിട്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ എൻഡ് ചെയ്യാണ് കേട്ടോ. വീണ്ടും ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ പിക്ചർ ഷോസ് എ സ്മോൾ ഗേൾ പ്ലേയിങ് വിത്ത് എ ഡോൾ. അപ്പോൾ ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഒരു ചെറിയ കുട്ടി ഒരു ഡോളായിട്ട് കളിക്കുന്നതാണ്. ദ ഡോൾ ലുക്സ് സ്റ്റൈലിഷ് ആൻഡ് ഗ്രോൺ അപ്പ്. ആ ഒരു ഡോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഗ്രോൺ അപ്പ് വിത്ത് ഡ്രാമാറ്റിക് ഫീച്ചേഴ്സ്, ഫാഷനബിൾ ക്ലോത്ത് ആൻഡ് ഡാർക്ക് വിങ്സ്. അപ്പോൾ ഇതിൽ ഡാർക്ക് വിങ്സ് ഉണ്ട്, അതുപോലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് തോന്നുന്നത്. കുറച്ച് ഫാഷനുള്ള ക്ലോത്ത്സ് ഒക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒന്നാമത്തിന് പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന ക്വസ്റ്റ്യൻസിലൊക്കെ പറയുന്നുണ്ട്. ബൂട്ട് ഉണ്ട്, അതുപോലെ പിങ്ക് ആണ് കളറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡോളാണ്. ദ ചൈൽഡ് ലുക്സ് ഇന്നസെന്റ് ആൻഡ് ഹാപ്പി വൈൽ ഹോൾഡിങ് ഇറ്റ്. കുട്ടി പക്ഷെ ഭയങ്കര നിഷ്കളങ്കയായിട്ടാണ് ആ ഒരു ഡോളിനെ പിടിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ. In the chapter Toys to Teens, the author explained how modern toys are no longer simple playthings. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിലെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഹൗ മോഡേൺ ടോയ്സ്, ഇപ്പോൾ പുതിയ ടോയ്സ് ഒന്നും നോ ലോങ്ങർ സിമ്പിൾ പ്ലേ തിങ്സ്. നമ്മൾ പണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്ന പോലെ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ മാത്രമല്ല, ഭയാനകമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് ഓദർ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദേ ആർ ഡിസൈൻ ടു റിഫ്ലക്ട് അഡൾട്ട് ഫാഷൻ, ഗ്ലാമർ ആൻഡ് ടീനേജ് ആറ്റിറ്റ്യൂഡ്. കണ്ടോ, അത് ആ ഓരോ ഡോളിൽ വരെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്താ? അഡൾട്ടിന്റെ ഫാഷനാണ്. ബൂട്ടൊക്കെ ഇട്ട് ആ ഒരു ഗേൾ എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഡോളാണ്. അപ്പോൾ അഡൾട്ടിന്റെ ഫാഷനും ഗ്ലാമറും ടീനേജിന്റെ ആറ്റിറ്റ്യൂഡാണ് ഓരോ ഡോളിലും അവർ കളിക്കുന്ന സാധനങ്ങളിലാണെങ്കിലും അവർ മേടിക്കുന്ന സാധനങ്ങളിലാണെങ്കിലും ഉള്ളത്.
ദ ഡോൾ ഇൻ ദ പിക്ചർ റെപ്രസെന്റ് ഇൻ ദിസ് ഐഡിയ. ഈ പിക്ചറിലെ ഡോൾ ആ ഒരു ഐഡിയ ആണ് തരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഇന്നസെൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ ഒരു നിഷ്കളങ്കത ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കഴിവ് വർദ്ധിക്കാനും അതിന് പകരം സച്ച് ഡോൾസ് ഓഫൺ പ്രസന്റ് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആൻഡ് അഡൾട്ട് ലൈക്ക് അപ്പിയറൻസ്. ഒരു വലിയ ആൾക്കാരുടെ പോലെയുള്ള അപ്പിയറൻസ് ആക്കാനും അവരുടെ ആ ഒരു റിയൽ അല്ലാത്ത സ്റ്റാൻഡേർഡ് വളർത്തിയെടുക്കാനാണ് ഓരോ ഡോളുകൾ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ചാപ്റ്റർ പോയിന്റ്സ് ഔട്ട് ദാറ്റ് അഡ്വർടൈസിംഗ് കമ്പനീസ് ക്ലെവർലി മാർക്കറ്റ് ദിസ് ടോയ് ടു അട്രാക്ട് ചിൽഡ്രൻ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ചാപ്റ്റർ പറയുന്നുണ്ട് ഓരോ പരസ്യ കമ്പനികളും കുട്ടികളെ ഈ ഒരു ട്രാപ്പിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. ത്രൂ മീഡിയ ആൻഡ് അഡ്വർടൈസ്മെന്റ് ചിൽഡ്രൻ ആർ ഇൻഫ്ലുവൻസ് ടു ഡിസയർ സച്ച് പ്രൊഡക്റ്റ്. അപ്പോൾ മീഡിയ വഴിയും കുറെ പരസ്യങ്ങൾ വഴിയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനോടുള്ള ഡിസയർ, ആഗ്രഹം കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ആവുകയാണ്. ആസ് എ റിസൾട്ട് ചൈൽഡ്ഹുഡ് ഈസ് സ്ലോലി ബീങ് ഷേപ്ഡ് ബൈ. ചൈൽഡ്ഹുഡ് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം വന്നാൽ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പിന്നാലെ കുട്ടി പോവാണ്. ദസ് ദ പിക്ചർ ക്ലിയർലി റിഫ്ലക്ട് ദ തീം ഓഫ് ദ ലെസൺ. ആ ലെസന്റെ തീം എന്താണ്, അതാണ് ആ പിക്ചർ കറക്റ്റ് പറയുന്നത്. ഹൗ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടേൺ ടോയ്സ് ഇൻ ടു ടൂൾസ്. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു ഓരോ വിൽക്കുന്ന സ്ട്രാറ്റജീസും ഓരോ പ്രൊഡക്റ്റും വിൽക്കുന്ന സ്ട്രാറ്റജീസ് ടോയ്സിൽ നിന്ന് അതൊരു ടൂളായി മാറുന്നു. കുട്ടികൾക്ക് കളിപ്പാട്ടമാണ്, പക്ഷെ അത് അവർക്ക് അവരുടെ ആയുധമാണ് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളത്. ദാറ്റ് പ്രിപ്പയർ ചിൽഡ്രൻ ഫോർ കൺസ്യൂമർ കൾച്ചർ അറ്റ് എ വെരി യങ് ഏജ്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഉപഭോക്താക്കളാക്കാണ്, അവരുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾക്കാരാക്കി തീർക്കുകയാണ് കുട്ടികളുടെ മനസ്സിന്റെ തന്നെ. അപ്പൊ ആ ഒരു പിക്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് ആ ചാപ്റ്റർ അറിയുന്ന ആൾക്കേ ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ 20 to 23 വരെ ഉണ്ട്. അതിലേതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ജോസഫ് ബാബര, വൺ ഓഫ് ദ കാർട്ടൂൺ ആർട്ടിസ്റ്റ് ഹു ക്രിയേറ്റഡ് ടോം ആൻഡ് ജെറി. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് യു. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരു ഇട വന്നു. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം, മീ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാബര, ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ടു മീറ്റ് യു. അപ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നു, നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് ഹോണർ തോന്നുക വെച്ചാൽ എന്താ, ആദരവ് തോന്നുകയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ജോസഫ് പറയാണ്, ഗുഡ് മോർണിംഗ്, ഐ എം ഹാപ്പി ടു മീറ്റ് യു ടു. നിങ്ങളെ കണ്ടതിൽ ഞാനും ഹാപ്പിയാണ് എന്ന് പറയുന്നു. മീ ഐ ഗ്രൂ അപ്പ് വാച്ചിങ് ടോം ആൻഡ് ജെറി, ഹൗ ഡിഡ് യു ക്രിയേറ്റ് സച്ച് വണ്ടർഫുൾ ക്യാരക്ടർ. ഞാൻ വളർന്നത് ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനത്തെയുള്ള കുറച്ച് വണ്ടർഫുൾ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത്, ക്രിയേറ്റ് ചെയ്തത്. ജോസഫ്, താങ്ക് യു. We wanted to create characters that could entertain people without much dialogue. The humor and expression made them special. അപ്പോൾ ആളാദ്യം താങ്ക് യു പറഞ്ഞു, എന്നിട്ട് പറയാണ്, നമ്മൾ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാരെ നമ്മളെപ്പോഴും എൻ്റർടൈൻ ചെയ്യുന്നതായിരിക്കണം, അവരെ ഉത്സാഹിപ്പിക്കുന്ന, അവരെ എൻഗേജ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാക്കാൻ. അതിന് ഡയലോഗ് ആവശ്യമില്ല, വിത്തൗട്ട് മച്ച് ഡയലോഗ്, ഒരുപാട് ഡയലോഗൊന്നും ആവശ്യമില്ല. ദ ഹ്യൂമർ ആൻഡ് എക്സ്പ്രഷൻ മെയ്ഡ് ദം സ്പെഷ്യൽ. അവിടെ കാണിക്കുന്ന തമാശകളും അവരുടെ എക്സ്പ്രഷനും മാത്രം മതി ആ ഒരു മൊമെന്റ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട്. മീ ഡിഡ് യു എവർ ഇമാജിൻ ദാറ്റ് ദേ വുഡ് ബിക്കം സോ ഫേമസ് വേൾഡ് വൈഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ ലോകം മൊത്തം അറിയുന്ന രീതിയിൽ അത് ഇത്രയും ഫേമസ് ആവുന്നു. ജോസഫ്, നോട്ട് അറ്റ് ഓൾ, വി സിംപ്ലി വാണ്ടഡ് ടു മേക്ക് പീപ്പിൾ ലവ്. ദ ലവ് ഫ്രം ഓഡിയൻസ് മെയ്ഡ് ഇറ്റ് ലെജൻഡറി. അപ്പോൾ ഞാൻ അത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വേണ്ടത് ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കാനായിരുന്നു. ദ ലവ് ഫ്രം ഓഡിയൻസ് മെയ്ഡ് ഇറ്റ് ലെജൻഡറി. എന്നാൽ ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു സ്നേഹമാണ് ഇത്രയും ഉയർത്തിയത്. മീ വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യങ് ആർട്ടിസ്റ്റ് ലൈക്ക് മീ. ഇപ്പൊ എന്നെ പോലെയുള്ള കലാകാരന്മാർക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുക. ജോസഫ് ബാർബറ, ബി ക്രിയേറ്റീവ്, വർക്ക് ഹാർഡ് ആൻഡ് നെവർ സ്റ്റോപ്പ് ഇമാജിനിങ്. ഗ്രേറ്റ് ഐഡിയാസ് കം ഫ്രം സിമ്പിൾ ഒബ്സർവേഷൻ ഓഫ് ലൈഫ്. അപ്പൊ ആള് പറയാണ്, എപ്പോഴും ഓരോന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായി കഠിനാധ്വാനം ചെയ്യുക, ഒരിക്കലും നിങ്ങളുടെ ഇമാജിനിങ്, നിങ്ങളുടെ സ്വപ്നങ്ങളോ നിങ്ങളുടെ ആലോചനകളോ ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഗ്രേറ്റ് ഐഡിയാസ് കം ഫ്രം സിമ്പിൾ ഒബ്സർവേഷൻ ഓഫ് ലൈഫ്. ചിലപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില കാഴ്ചകളിൽ നിന്നായിരിക്കാം വലിയ ഐഡിയാസ് ഉണ്ടാകുന്നത്. മീ താങ്ക് യു സർ, യു ആർ ട്രൂലി ആൻ ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ പറയാണ്, താങ്ക് യു സർ, നിങ്ങൾ ശരിക്കും എല്ലാവരും പ്രചോദിപ്പിക്കുന്ന ഒരാളാണ്. ബാർബറ, ജോസഫ് പറയാണ്, താങ്ക് യു, കീപ് ഡ്രീമിങ് ബിഗ്. താങ്ക് യു, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21, നീർജ ബാനോത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നീർജ വാസ് എ സിമ്പിൾ ഓഫ് കറേജ്, ബ്രേവറി ആൻഡ് സെൽഫ്ലെസ്നെസ്. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം, ബ്രേവറി ധീരത, സെൽഫ്ലെസ്നെസ് നമ്മൾ ഒട്ടും സ്വാർത്ഥ ലാഭമില്ലാതെ ചിന്തിക്കുന്ന ആൾക്കാർ, ഓക്കെ, തന്നെ കുറിച്ച് ചിന്തയില്ലാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നീർജ ബാനോത്ത്. ധൈര്യത്തിന്റെയും ധീരതയുടെയും അതുപോലെ എപ്പോഴും സ്വയം മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, പ്രവർത്തികൾ ചെയ്യുക എന്നുള്ള ഒരു സിമ്പലാണ് നീർജ. ഷി വാസ് എ യങ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് who displayed extraordinary presence of mind during a hijacking incident. നീർജ ബാനോത്ത് ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു. അത് മാത്രമല്ല
അവളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് ആ ഒരു ഹൈജാക്കിംഗ് ഇൻസിഡന്റ് നിന്ന് ഇത്രയും പേരെ രക്ഷിച്ചെടുത്തത്. ഈവൻ ഇൻ എ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഷീ റിമൈൻഡ് കാം ആൻഡ് അലേർട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിന് ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവള് ഭയങ്കര കാമായി നിന്ന് അലേർട്ടായി നിന്ന് ആ ഒരു ലൈഫുകളൊക്കെ രക്ഷിക്കുകയായിരുന്നു. ഷീ വാൺ ദ പൈലറ്റ് അബൌട്ട് ദ ഡേഞ്ചർ. അവള് പൈലറ്റിന് വാർണിംഗ് കൊടുത്തു ഇങ്ങനൊരു ഡേഞ്ചർ വരുന്നുണ്ട് എന്നുള്ളത്. വിച്ച് പ്രിവെന്റഡ് ദ എയർക്രാഫ്റ്റ് ഫ്രം ടേക്കിംഗ് ഓഫ്. ഫ്ലൈറ്റ് അവിടെ പറക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഡേഞ്ചറസ് എന്താണെന്നുള്ളത് പൈലറ്റിന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റ് പറക്കാൻ അനുവദിക്കാതെ അത് അവിടെ നിന്നു. ഹർ ക്വിക്ക് തിങ്കിങ് സേവ്ഡ് മെനി ലിവ്സ്. അവളുടെ ആ ഒരു പെട്ടെന്നുള്ള ചിന്ത കാരണം ഒരുപാട് ജീവനുകളെയാണ് രക്ഷിച്ചത്. ത്രൂ ഔട്ട് ദ ക്രൈസിസ് ഷീ കംഫോർട്ടഡ് ഫ്രൈറ്റൻഡ് പാസഞ്ചേഴ്സ് ആൻഡ് എൻഷുർഡ് ദെയർ സേഫ്റ്റി. അപ്പോൾ അവളുടെ ഈ ഒരു ക്രൈസിസിൽ മൊത്തമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ മുഴുവനായിട്ട് അവൾ എന്ത് ചെയ്തു? ഷീ കംഫർട്ടഡ് ഫ്രൈറ്റൻഡ് പാസഞ്ചേഴ്സ്. പേടിച്ചിരിക്കുന്ന എല്ലാ പാസഞ്ചേഴ്സിനെയും അവൾ ഭയങ്കര ശാന്തനാക്കി കംഫർട്ടബിൾ ആക്കി ഇരുന്നു. ആൻഡ് എൻഷുർ ദെയർ സേഫ്റ്റി. നിങ്ങളുടെ സേഫ്റ്റി അവൾ ഉറപ്പുവരുത്തി. ഇൻ ദ എൻഡ് ഷീ സാക്രിഫൈസ്ഡ് ഹെയർ ഓൺ ലൈഫ് വൈൽ പ്രൊട്ടക്ടിങ് അതേഴ്സ്. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ ജീവിതം തന്നെ അവൾ ത്യജിക്കുകയാണ് ചെയ്തത്. നിർജ വാസ് ഫിയർലെസ് ആൻഡ് കമ്പാഷനേറ്റ്. നിർജ എന്ന് പറയുന്നത് പേടിയില്ലാത്ത ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള മറ്റുള്ളവരോട് അനുകമ്പയും കരുണയും വാത്സല്യം ഒക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. ഷീ ബിലീവ്ഡ് ഇൻ ഡ്യൂട്ടി ആൻഡ് ഹ്യൂമാനിറ്റി അബവ് ഹെർ ഓൺ സേഫ്റ്റി. അവളുടെ സേഫ്റ്റിയേക്കാൾ അപ്പുറം അവള് വിശ്വസിച്ചിരുന്നത് അവളുടെ ഡ്യൂട്ടിയിലും അവളുടെ മനുഷ്യത്വത്തിലുമായിരുന്നു. ഹെർ ഹീറോയിക് ആക്ട് ഏൺഡ് ഹെർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ. അവളുടെ ഒരു ഹീറോയിക് ആക്ട് അവൾക്ക് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പല റെക്കഗ്നൈസേഷനും അവൾക്ക് കിട്ടി. അവളെല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി. ഷീ കണ്ടിന്യൂസ് ടു ഇൻസ്പയർ മില്യൺസ് ആസ് എ ട്രൂ എക്സാമ്പിൾ ഓഫ് ദ ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ സ്പിരിറ്റ്. അവൾ ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ എന്താണ് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ അവളൊരു ട്രൂ എക്സാമ്പിൾ തന്നെയാണ്. എന്തിന്? ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ സ്പിരിറ്റ്. അചഞ്ചലമായിട്ടുള്ള ഒരു മനുഷ്യനായി മാറുകയാണ് ചെയ്തത്. അവൾ അതിൽ മരിച്ചു ആക്ച്വലി. പക്ഷെ അവളെ ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇന്റർനാഷണലി അവർക്ക് പല അംഗീകാരങ്ങളും ലഭിച്ചു എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രൊഫൈലിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പല രീതിയിലായിട്ടും വരും, പക്ഷേ പ്രൊഫൈൽ റൈറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ കോമൺ ആയിട്ട് എന്ത് ഡീറ്റെയിൽസ് വന്നാലും എങ്ങനെ എഴുതണം എന്നുള്ളത് പറഞ്ഞുതരാം. പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിങ് ആളുടെ പേര് എഴുതണം, നെയിം ഓഫ് ദ പേഴ്സൺ. ഇനി അദ്ദേഹം ജനിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓണും ഇന്നും ആണ് യൂസ് ചെയ്യുക. എപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പ്രൊഫൈൽ എഴുതുക. അപ്പോൾ വാസ് ബോൺ. ഇനി ഓണും ഇന്നും യൂസ് ചെയ്യണത്. ഇപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് 12 ജൂൺ 1992. അങ്ങനെ ഡേറ്റും മന്തും ഇയറും തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് ഓൺ യൂസ് ചെയ്യണം. ഇയർ മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ അതിന് മുമ്പായിട്ട് ഇന്ന് യൂസ് ചെയ്യണം. അപ്പോൾ ബോൺ നമ്മൾ കഴിഞ്ഞു. ഇനി പ്ലേസ്, സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പഠിച്ച സ്ഥലമായിരിക്കാം, ജനിച്ച സ്ഥലമായിരിക്കാം, വർക്ക് ചെയ്ത സ്ഥലമായിരിക്കാം. അങ്ങനെ സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് യൂസ് ചെയ്യുക: അറ്റ്, ഇന്ന്. വലിയ സ്ഥലത്തിന് മുൻപായിട്ട് ഇന്ന്, ചെറിയ സ്ഥലത്തിന് മുൻപായിട്ട് അറ്റ്. ഇപ്പോൾ ഇവിടെ അറ്റ് തൃശ്ശൂർ ഇൻ കേരള, കേരളത്തിൽ തൃശ്ശൂര്. അപ്പൊ കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ചെറുതാണല്ലോ. അറ്റ് തൃശ്ശൂർ. വലുത് കേരളമല്ലേ, അപ്പൊ ഇൻ കേരളം. ഇനി കേരള മാത്രം തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ കേരള മാത്രം കൊടുക്കുക. എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഫ്രം ഏത് കോളേജ് ആണോ. അവിടെയും 2 സ്ഥലങ്ങളുണ്ടോ 3 സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. ഏറ്റവും ചെറിയ സ്ഥലത്തിന് മുമ്പ് അറ്റ്, വലിയ സ്ഥലത്തിന് മുമ്പ് ഇന്ന്. ഇനി വർക്ക്സ്, അവരെഴുതിയ കൃതികള്, അതുപോലെ പോയം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്, ലൈക്ക് ഒരുപാട് അവാർഡുകൾ. ഇവിടെ എപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് റിസീവ്ഡ് ED ചേർത്തിരിക്കുന്നത് കേട്ടോ. കിട്ടി, റിസീവ് ചെയ്തു ഒരുപാട് അവാർഡ്സ്, ലൈക്ക് എന്തൊക്കെയാണെന്ന് എഴുതുക. അല്ലെങ്കിൽ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി ഡെത്ത്, നമ്മളിപ്പോൾ ബോണില് ഇന്നും അതുപോലെ ഓണും യൂസ് ചെയ്ത പോലെ തന്നെയാണ് ഡെത്ത്, മരണത്തിന്റെ കാര്യം എഴുതുന്നുണ്ട്. ഡേറ്റും മന്തും ഇയറും തന്നിട്ടുണ്ടെങ്കിൽ ഹി ഡൈഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതുക. അതല്ല ഇയർ മാത്രമാണെങ്കിൽ ഹി ഡൈഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡൈഡ് അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്.
ഞാനൊരു എക്സാമ്പിൾ കമല സുരയ്യയുടെ കൊടുത്തിട്ടുണ്ട്. കമല സുരയ്യ വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. ആൻ വന്നത് എന്തുകൊണ്ടാ? വവ്വൽസ്, ഇന്ത്യൻ, ഐ വന്നുകൊണ്ട് അവിടെ ആൻ വന്നു. ഷി വാസ് ബോൺ ഓൺ 31 March 1934. അതെന്താ? ഡേറ്റും മന്തും ഇയറും വന്നിട്ടുണ്ട്. അറ്റ് പുന്നയൂർക്കുളം തൃശൂർ ഇൻ കേരള. പുന്നയൂർക്കുളം തൃശൂർ കേരള 3 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയ സ്ഥലം കേരള, കേരളത്തിന് മുൻപായിട്ട് ഇൻ യൂസ് ചെയ്തു. ഏറ്റവും ചെറിയ സ്ഥലം അതിൽ തൃശ്ശൂരല്ല പുന്നയൂർക്കുളമാണ്, അതുകൊണ്ട് അതിന് മുൻപ് അറ്റ് യൂസ് ചെയ്തു. At Puniyurkulam, Thrissur in Kerala. She was a poet, novelist and short story writer. Past tense എഴുതണ കാരണം നമ്മളെല്ലാം was യൂസ് ചെയ്തു. Her famous works are My Story, Padmavati, The Harlot, Summer in Kolkata and The Descents, etc. She died on 31 May 2009. അവിടെയും നമ്മൾ on ആണ് യൂസ് ചെയ്ത് കാരണം ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ ഇമെയിൽ റൈറ്റിംഗ് ആണ്. വി നീഡ് ടു ഫോളോ ആൻഡ് പ്രാക്ടീസ് ഓൺലൈൻ മാനേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് courteously on the internet. Prepare an email to be sent to the editor of a leading daily about the need to educate the public on cyber എറ്റിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മര്യാദകളെയാണ് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ എറ്റിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓൺലൈനിലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ കീപ്പ് ചെയ്യേണ്ട എന്തൊക്കെ മര്യാദകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക്കിനെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ന്യൂസ് പേപ്പർ, ലീഡിംഗ് ഡെയിലി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിന് ഒരു മെയിൽ അയക്കുകയാണ്. ആ മെയിലാണ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മെയിൽ ആയതുകൊണ്ട് ഫുൾ ഇമെയിൽ ഐ ഡി ആണ് നമ്മൾ യൂസ് ചെയ്യുക, സാധാരണ പോലുള്ള അഡ്രസ്സ് അല്ല. ഫ്രം നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുക, അതുപോലെ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അവിടെ കൊടുക്കണ്ട താഴെ അത് ജസ്റ്റ് സബ്ജക്റ്റിൽ അങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇനി 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ അയക്കണം അവരുടെ മെയിൽ ഐ ഡി വേണം. ആ ഡേറ്റ് നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ ഫ്രമും 2 കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമായിട്ടുള്ളതാണ് സബ്ജക്റ്റ്. ഒരാൾക്ക് ആ മെയിൽ എടുത്ത് വായിക്കുന്നതിന് മുമ്പ് എന്തിനെ കുറിച്ചിട്ടാണ് മെയിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാവണം. അതുകൊണ്ട് സബ്ജക്റ്റ് കൊടുക്കുക. നീഡ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് ഓൺ സൈബർ എറ്റിക്വേറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓൺലൈൻ മീഡിയയിലൊക്കെ കാണിക്കേണ്ട മര്യാദകൾ എന്താണെന്നുള്ളത് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചിട്ട്. ഇനി നമ്മൾ സല്യൂട്ടേഷൻ യൂസ് ചെയ്യുക. സർ, മാഡം. I would like to draw your kind attention to the increasing need to educate the public about cyber etiquette. അപ്പോൾ ഇവിടെ സൈബർ എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൈബറിൽ കാണിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണിക്കുന്ന മര്യാദകളെ കുറിച്ചിട്ട് നമ്മുടെ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റഡ് ആക്കണം, അതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അറ്റൻഷൻ ക്ഷണിക്കാനാണ് ഞാൻ ഈ ഒരു മെയിൽ അയക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. വിത്ത് ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, മെനി പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്ട്ഫുൾ ആൻഡ് റെസ്പോൺസിബിൾ ബിഹേവിയർ ഓൺ ദ ഇന്റർനെറ്റ്. വിത്ത് ദ റാപ്പിഡ് ഗ്രോത്ത്, പെട്ടെന്നുള്ള വളർച്ചയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെനി പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്ട്ഫുൾ. ഒരാളും മറ്റുള്ളവരുടെ ബഹുമാനത്തെ കുറിച്ചിട്ട് ബഹുമാനിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ മറന്നുകൊണ്ടാണ് പല ആൾക്കാരും ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ആയാലും കമൻസ് ആയാലും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റെസ്പോൺസിബിൾ ബിഹേവിയർ ഓൺ ദി ഇന്റർനെറ്റ്, എങ്ങനെയാണ് ഇന്റർനെറ്റിൽ ബിഹേവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം അവർ മറന്നു പോവാണ്. Incidents of cyberbullying, spreading misinformation, online harassment and misuse of personal information are becoming common. ഇപ്പോൾ സൈബർ ബുള്ളിങ്, ഒരാളെ നമ്മൾ എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുക, ഓരോ കമൻറ്റുകൾ പറയുക, വീഡിയോസ് ഇടുക, അതുകൂടാണ്. അതുപോലെ തന്നെ മിസ് ഇൻഫോർമേഷൻ, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ഓൺലൈൻ ഹറാസ്മെൻറ്റ്, അതുപോലെ ആൾക്കാരെ നമ്മൾ ഹറാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ. മിസ്യൂസ് ഓഫ് പേഴ്സണൽ ഇൻഫോർമേഷൻ, ഒരാളുടെ ഫോട്ടോസോ അവരുടെ ഇൻഫോർമേഷനോ എടുത്തിട്ട് അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആർ ബിക്കമിങ് കോമൺ, ഇതൊക്കെ ഇന്ന് കോമൺ ആയിട്ട് കാണുകയാണ്. മെനി യൂസേഴ്സ് എസ്പെഷ്യലി ടീനേജേഴ്സ് ആർ അൺഅവെയർ ഓഫ് ദ സീരിയസ് കോൺസിക്വൻസ് ഓഫ് ദെയർ ഓൺലൈൻ ആക്ഷൻ. ഇന്ന് ഒരുപാട് ടീനേജേഴ്സ് ആയാലും ഇതിനൊന്നും കുറിച്ച് ബോധവൽക്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ബോധം വരുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത്. കൂടുതൽ ആരുടെ ഇടയിലാണ്? ടീനേജേഴ്സിൻ്റെ ഉള്ളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോഴും അൺഅവെയർ ആണ്, കാരണം അവർക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. സീരിയസ് കോൺസിക്വൻസ് ഓഫ് ദെയർ ഓൺലൈൻ ആക്ഷൻ, ഇങ്ങനെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അത് അവർ വല്ല പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം, അതാണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്, അതെന്താണെന്ന് അവർ അറിയുന്നില്ല. ദിസ് ക്ലിയർലി ഷോസ് ദ അർജന്റ് നീഡ് ഫോർ അവയർനെസ് ആൻഡ് പ്രോപ്പർ ഗൈഡൻസ് റിഗാർഡിംഗ് ഡിജിറ്റൽ മാനേഴ്സ് ആൻഡ് ഓൺലൈൻ സേഫ്റ്റി. നമ്മുടെ ഓൺലൈൻ സേഫ്റ്റീനെ പറ്റിയിട്ടും ഡിജിറ്റലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകളെ കുറിച്ചിട്ടും ആൾക്കാരിലേക്ക് ഗൈഡ് ചെയ്യാനാണ് ഈ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടത്. അത് അർജന്റാണ്. Schools and colleges should introduce programs that teach students about responsible
ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റലി ചാറ്റ് ചെയ്യുമ്പോഴായാലും കമൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഉത്തരവാദിത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലും ഓരോ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദ മീഡിയ ക്യാൻ ആൾസോ പ്ലേ എ വൈറ്റൽ റോൾ ബൈ പബ്ലിഷിംഗ് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ആൻഡ് കണ്ടക്ടിങ് അവയർനെസ് ക്യാമ്പയിൻസ് ഓൺ സൈബർ എറ്റിക്വറ്റ്. അപ്പോൾ മീഡിയയ്ക്കും ഇതുപോലെ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണുള്ളത്. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ ആയിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ പല ക്യാമ്പയിൻസ് ഇതുപോലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തണം. എന്തിനെ പറ്റിയിട്ട്? സൈബർ എറ്റിക്വറ്റ് എന്ന് പറയുമ്പോൾ സൈബറിൽ ഡിജിറ്റലി നമ്മൾ നടത്തേണ്ട കുറച്ച് മര്യാദകളെ പറ്റിയിട്ട്. ഐ റിക്വസ്റ്റ് യുവർ എസ്റ്റീംഡ് ഡെയിലി ടു ഹൈലൈറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആൻഡ് ഹെൽപ്പ് ക്രിയേറ്റ് അവയർനെസ് അമംഗ് ദ പബ്ലിക്. ആൾക്കാരിൽ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് ഈ ഒരു ഇഷ്യൂ ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രൊമോട്ടിംഗ് റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ വിൽ ഹെൽപ്പ് ബിൽഡ് എ സേഫർ ആൻഡ് മോർ റെസ്പെക്ട്ഫുൾ ഡിജിറ്റൽ സൊസൈറ്റി. ഇതുപോലെ ഉത്തരവാദിത്തോടു കൂടിയിട്ടുള്ള ഓൺലൈൻ പെരുമാറ്റം കൂടുതൽ സുരക്ഷിതവും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇത് ഡിജിറ്റൽ സമൂഹം നിർമ്മിക്കാൻ നമുക്ക് സഹായിക്കും, നല്ലൊരു സമൂഹം നിർമ്മിക്കാൻ സഹായിക്കും. താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പിന്നെ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇതുപോലെയാണ് ഒരു മെയിൽ കൊടുക്കേണ്ടത് കേട്ടോ. എന്ത് ടോപ്പിക് ആയാലും നിങ്ങൾ ആ ടോപ്പിക് ഇതേ രീതിയിൽ എഴുതണം. ആ ഒരു ഫോർമാറ്റ് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. മെയിൽ ID, ഫ്രം, ടു, സബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതണേല്. ഓക്കെ, നെക്സ്റ്റ് 24 തൊട്ട് 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നമുക്ക് ന്യൂസ് പേപ്പറിലെ ഹെഡിങ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് ഏതാണോ ഓരോന്നിലും മാച്ച് ആയിട്ട് വരുന്നത് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, ഹവീസ് പി ജയചന്ദ്രൻ ഹു പാസ്റ്റ് അവേ റീസെന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഹെഡ്ലൈൻ. അപ്പോൾ അതിലത്തെ ഏത് ഹെഡ്ലൈനിലാണ് ജയചന്ദ്രൻ പാസ്റ്റ് അവേ, മരിച്ചു, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്? അവിടെ ഉണ്ട് ലെജൻഡറി സിംഗർ പി ജയചന്ദ്രൻ പാസ്റ്റ് അവേ. അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് സ്യൂട്ട് ആയിട്ടുള്ള എഴുതുക. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. തന്നിരിക്കുന്ന 2 ഡയലോഗ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാ? നമുക്ക് 2 കോൺവെർസേഷൻ ആയിട്ടാണ് ഡയലോഗ് തരിക. മൈക്കിൾ ജാക്സൺ ആള് പറഞ്ഞത്, ഹാവ് യു റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്? നിങ്ങൾ ടോം ആൻഡ് ജെറി സീരീസിന്റെ എല്ലാതും നിങ്ങൾ എഴുതിയതാണോ? അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നോ, ഐ ഡ്രൂ ദം, ഞാൻ അതിനെ വരച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്കിൾ ജാക്സൺ ഇപ്പോൾ ആ പറഞ്ഞതും അതുപോലെ തിരിച്ച് റിപ്ലൈ പറഞ്ഞതൊക്കെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് എഴുതണം. നോക്കിയേ, മൈക്കിൾ ജാക്സൺ ആസ്ക്ഡ്, ചോദിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. നോർമലി റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതുക, ആസ്ക്ഡ്. തിരിച്ച് റിപ്ലൈ പറഞ്ഞുള്ള കാര്യം റിപ്ലൈഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. മൈക്കിൾ ജാക്സൺ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് റിയലി റിട്ടൺ ഓൾ ദിസ് ടോം ആൻഡ് ജെറി സീരിയസ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ എന്താക്കി? ഹീ ആക്കി. ഓക്കെ, ഹീ ഹാഡ്, അവിടെ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യാണ്, കഴിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണ കാരണം അവിടെ പാസ്റ്റ് ടെൻസ് വന്നു. ഇഫ് ഹി ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരിയസ്. നെക്സ്റ്റ് ജോസഫ് ബാർബറ പറഞ്ഞിട്ട് നോ, ഐ ഡ്രൂ ദം. അപ്പോൾ ജോസഫ് ബാർബറ റിപ്ലൈഡ് നോ ആൻഡ് ആഡഡ് ദാറ്റ് ഹി ഹാഡ് ഡ്രോൺ ദം. അപ്പോൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും ജോസഫ് ബാർബറ റിപ്ലൈഡ് നോ, ഹി ഹാഡ് ഡ്രോൺ ദം, അങ്ങനെ എഴുതിയാലും മതി. ആൻഡ് ആഡഡ് ദാറ്റ് അങ്ങനെ എഴുതിയില്ലെങ്കിലും ഇങ്ങനെ എഴുതിയാലും മതി. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. എപ്പോഴും ചോദിച്ച കാര്യങ്ങൾ ആസ്ക്ഡ് എന്ന് പറഞ്ഞ് എഴുതുക, തിരിച്ച് റിപ്ലൈ പറഞ്ഞുള്ള കാര്യങ്ങൾ റിപ്ലൈഡ് എന്ന് പറഞ്ഞ് എഴുതുക. അതിനൊക്കെ മാർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ഇല്ലാതെയും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, 2, 3, 4 എഡിറ്റിംഗ് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. മാർക്കറ്റേഴ്സ് ഹാസ് ഡെവലപ്ഡ് സൊഫിസ്റ്റിക്കേറ്റഡ് സ്ട്രാറ്റജി ലൈക്ക് ദ യൂസ് ഓഫ് സൗണ്ട് എഫക്ട്, ബ്രൈറ്റ് കളേഴ്സ്, ജിംഗിൾസ്, ആനിമേറ്റഡ്, അവിടെ കണ്ട ആനിമേറ്റഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ, ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് എ വെറൈറ്റി ടു അതർ പ്രൊഡക്ഷൻ ടെക്നിക് ടു ടാർഗറ്റ് യങ്ങസ്റ്റ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവിടെ മാർക്കറ്റേഴ്സ് ഹാസ് അല്ല, മാർക്കറ്റേഴ്സ് ഹാവ് ഡെവലപ്ഡ്. ഇവിടെ മാർക്കറ്റേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. പ്ലൂറൽ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. മാർക്കറ്റ് എന്നാണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നിലധികം മാർക്കറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എസ് വരുന്ന കാരണം ഒന്നിലധികം ഉള്ളതുകൊണ്ട് പ്ലൂറലായി അവിടെ ഹാവ് വന്നു. അത് സിംഗുലാർ ആണെങ്കിൽ മാർക്കറ്റ് എന്നാണെങ്കിൽ ഹാസ് കറക്റ്റ് ആയിരിക്കും. ഇനി ആനിമേറ്റഡിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് വന്ന് പറയുന്നത് ആൻഡ് എ വെറൈറ്റി ടു അതർ പ്രൊഡക്ഷൻ ടെക്നിക്. ടു അല്ല വരിക, അവിടെ ഓഫ് ആണ് വരിക. നമ്മളെപ്പോഴും പറയും എങ്ങനെയാ? എ വെറൈറ്റി ഓഫ് ബുക്സ്, എ വെറൈറ്റി ഓഫ് ടെക്നിക്, എ വെറൈറ്റി ഓഫ് ഷൂസ്, അങ്ങനെയാണ് നമ്മൾ പറയുക. വെറൈറ്റി ഓഫ് എന്നാണ് നമ്മൾ പറയുക. അതൊരു ഫിക്സഡ് എക്സ്പ്രഷൻ ആണ്, അല്ലാതെ വെറൈറ്റി ടു അല്ല പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ലാസ്റ്റ് വൺ അതിൽ പറയുന്നത് അത് പ്രൊഡക്ഷൻ ടെക്നിക് ടു ടാർഗറ്റ് യങ്ങസ്റ്റ് കൺസ്യൂമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. യങ്ങസ്റ്റ് അല്ല, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ജനറൽ ആയിട്ടൊരു ഗ്രൂപ്പിനെ പറയുന്ന കാരണം യങ് കൺസ്യൂമേഴ്സ് ആണ് വരിക. യങ്ങസ്റ്റ് വരണമെങ്കിൽ അവിടെ അത് ദ മോസ്റ്റ് യങ് ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ഒരാളെ പറയുമ്പോഴാണ് അവിടെ നമ്മൾ യങ്ങസ്റ്റ് ഉപയോഗിക്കുക. സൂപ്പർലേറ്റീവ് എന്ന് പറയും. യങ്ങർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കമ്പാരിസൺ വരും. ഹീസ് യങ്ങർ ദാൻ അങ്ങനെ. അപ്പൊ യങ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ പറയണം. ഓക്കെ. നെക്സ്റ്റ് 31. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ഫ്രേസൽ verb given in bracket. ഫസ്റ്റ് വൺ, then the two legend dash they were highly impressed by each other. രണ്ട് ലെജൻസും കണ്ടുമുട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇംപ്രസ്ഡ് ആയി എന്നാണ് പറയേണ്ടത് ആണല്ലോ. അപ്പൊ അവിടെ എന്താ വരിക? കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? മീറ്റപ്പ് എന്നാണ് എഴുതുക. രണ്ട് ലെജൻസ് എന്ന് വെച്ചാൽ രണ്ട് മഹാന്മാർ. മൈക്കിൾ ജാക്സൺ ഡാഷ് അഡ്മിറിംഗ് ജോസഫ് ബാർബറ ആൻഡ് ഹി ഇൻ ടേൺ കുഡ് ഡാഷ് ഹൗ ജെന്യൂൻ എ പേഴ്സൺ മൈക്കിൾ ജാക്സൺ വാസ്. അപ്പൊ ഇവിടെ മൈക്കിൾ ജാക്സൺ ഡാഷ് അഡ്മിറിംഗ് ജോസഫ് ബാർബറ ആൻഡ് ഹി ഇൻ ടേൺ. അഡ്മയർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക. ഇന്റേൺ എന്ന് പറയുമ്പോൾ തിരിച്ചും എന്നർത്ഥം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വരേണ്ടതാണ് ഗോ ഓൺ. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായോണ്ടാണ് ഗോ ഓൺ വരുന്നത്. ഇനി കുഡ് ഡാഷ് ഹൗ ജെന്യൂൻ എ പേഴ്സൺ മൈക്കിൾ ജാക്സൺ വാസ്. മൈക്കിൾ ജാക്സൺ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് കുഡ് മനസ്സിലാക്കുക, മനസ്സിലാക്കി എന്നാണ് അവിടെ വരേണ്ടത്. അപ്പൊ കുഡ് വന്നാൽ അവിടെ എപ്പോഴും നമ്മൾ വരിക എന്താണ്? വെർബ് ബേസ് ആണ് വരിക. അപ്പോൾ ഇവിടെ മേക്ക് ഔട്ട് വരും. ഓക്കെ, മേക്ക് ഔട്ട്. അപ്പൊ മേക്ക് ഔട്ട് വരുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്, തിരിച്ചറിയുക എന്നൊക്കെ അർത്ഥം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവിടെ വരുന്നത് എന്താന്നുള്ളത്. ഇനി ബാർബറ ഡാഷ് ഹിസ് ഡിമാൻഡ് ഫോർ ആൻ ഓട്ടോഗ്രാഫ് വിച്ച് വാസ് ഇമീഡിയറ്റ്ലി ഒബ്ലിഗ്ഡ് ബൈ മൈക്കിൾ ജാക്സൺ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാർബറ അവിടെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട്, ഒരു ഒപ്പിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ട് ഉണ്ടല്ലോ. ഒബ്ലിഗ് എന്ന് വെച്ചാൽ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബാർബറ ഡാഷ് ഹിസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവനൊരു അഭ്യർത്ഥന നടത്തുകയാണല്ലോ. അപ്പോ അതൊന്ന് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുക എന്നുള്ള മീനിങ് വരുന്നത് എന്താണ്? പുട്ട് അക്രോസ്. അവനത് പറയുകയാണ്, അവനത് ആവശ്യപ്പെടുകയാണ് എന്നുള്ള മീനിങ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലുള്ള ഫ്രേസിന്റെ മീനിങ് അറിയണം. അപ്പോഴാണ് ഓരോ സ്ഥലത്തും എന്ത് അല്ലെങ്കിൽ എന്ത് വരും എന്നുള്ളത് മനസ്സിലാക്കുക. 31 ഇതുപോലെ തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നോക്കി നിങ്ങൾ അത് ഫിൽ ചെയ്യാം. ഇവിടെ ഇൻ എ സ്ട്രേഞ്ച് ടെയിൽ ഡാഷ് കറേജ് ആൻഡ് റിസൈലൻസ് എന്ന് പറഞ്ഞ കറേജ് ആൻഡ് റിസൈലൻസ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിന്റെയും സഹനത്തിന്റെയും, ടെയിൽ എന്ന് പറഞ്ഞാൽ കഥയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പറയുക ഒരു എക്സ്പ്രഷൻ ആണ് ടെയിൽ ഓഫ്, അല്ലെങ്കിൽ എ സ്റ്റോറി ഓഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ എ ടെയിൽ ഓഫ് കറേജ് ആൻഡ് റിസൈലൻസ്. അപ്പോൾ അവിടെ ഓഫാണ് വരിക, രണ്ടെണ്ണത്തിന്റെയും എന്നുള്ളൊരു മീനിങ് കൂടി വരുമ്പോൾ. ഫോർ ചിൽഡ്രൻ വൺ ഡാഷ് യങ് ആസ് 11 മന്ത്. ഇവിടെ പറയുന്നത് ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. ആസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് വരുമ്പോൾ ഇപ്പോൾ അവിടെ 2 ആസ് വരും. ആസ് ടോൾ ആസ് ബിഗ് ആസ് അങ്ങനെ വരുമ്പോൾ ഇവിടെ വെറും 11 മാസം പ്രായമുള്ളതുപോലെ ചെറിയത് അവിടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എത്ര മാസം വരെ? ആസ് യങ് ആസ് 11 മന്ത്, വെറും 11 മാസം പ്രായമുള്ളത് പോലെ എന്നുള്ള ഫീലിംഗ് വരാൻ. നെക്സ്റ്റ് സർവൈവ്ഡ് ഡാഷ് ഡെഡ്ലി പ്ലെയിൻ ക്രാഷ്. ഇവിടെ പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്, വെച്ചാൽ സിംഗുലാർ ആണ്. അപ്പോൾ ഒരു പ്ലെയിൻ അല്ല അവിടെ ക്രാഷ് ആയിക്കുന്നത്, അതുകൊണ്ട് എ ഡെഡ്ലി പ്ലെയിൻ ക്രാഷ് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ദ പ്ലെയിൻ ക്രാഷ്ഡ് ഡീപ്പ് ഡാഷ് ദ കൊളംബിയൻ ആമസോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം എവിടെയാണ്? കൊളംബിയൻ ആമസോണിൽ വെച്ചിട്ടാണ് ക്രാഷ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ട് എന്നുള്ളതിന് മുമ്പ് നമ്മൾ എന്താ പറയാ? ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൊളംബിയൻ ആമസോൺ എന്ന് വെച്ചാൽ കാടാണ്, അതിനുള്ളിലെ എന്നാണ് നമുക്ക് മീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിലെ എന്ന മീനിങ് വരണമെങ്കിൽ ഇന്ന് വരണം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിംഗ് ദ കറക്റ്റ് വേർഡ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിലെ 2 വേർഡ്, അതും ഒരേ പ്രൊനൗൺസിയേഷനിൽ വരുന്ന വേർഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നിങ്ങളോട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ദ ഹൈജാക്കേഴ്സ് ഓഫ് ദ ഡാഷ്. അവിടെ 2 പ്ലെയിൻ എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈജാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബലാത്കാരമായിട്ട് ആ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ അപഹരിക്കാൻ വന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അത് ഫ്ലൈറ്റ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു പ്ലെയിനിന്റെ സ്പെല്ലിംഗ് എന്താണ്? PLANE ആണ്, അതാണ് കറക്റ്റ്. മറ്റേ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരപ്പായ സ്ഥലം എന്നൊക്കെ മീൻ ചെയ്യുന്നു. ഗെയിൻ ഡാസസ് പ്രോസസിംഗ് ആസ് എയർപോർട്ട് സെക്യൂരിറ്റി ഡാഷ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഹൈജാക്കേഴ്സ് പ്ലെയിനിലെ ഗെയിൻ ഡാസസ്, അവര് ഉള്ളിലേക്കുള്ള പ്രവേശനം അവർക്ക് കിട്ടി. എങ്ങനെ? ആസ് എയർപോർട്ട് സെക്യൂരിറ്റി ഡാഷ്. എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാരെന്നാണ് വരുന്നത്. ഓക്കെ, അവിടെ അതാണ് വരേണ്ടത്.
എയർപോർട്ട് സുരക്ഷാ ജീവനക്കാരായിട്ട് വന്നു. ആ ജീവനക്കാർ എന്നുള്ള മീനിങ് വരുന്നതാണ് രണ്ടാമത്തെ പേഴ്സണൽ. മറ്റേ പേഴ്സണൽ എന്താ? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊരു മീനിങ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള മീനിങ് കേട്ടോ. 34. Read the conversation between Grace and her mother and complete it suitably. ഗ്രേസും ഗ്രേസിന്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മോം, യു റിയലി വോണ്ട് ദ മോൺസ്റ്റർ ഹൈഡോൾ? നിനക്ക് എന്തായാലും ആ ഒരു മോൺസ്റ്റർ ഹൈഡോൾ വേണോ? എന്നിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഡോണ്ട് യു, വേണോ എന്നുള്ള രീതിയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് നിങ്ങൾ ഓർക്കുക. യു റിയലി വാണ്ട് ദ മോൺസ്റ്റർ ഹൈഡോൾ. നിനക്ക് ആ ഒരു മോൺസ്റ്റർ ഹൈഡോൾ വേണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എഴുതുക. അതുകൊണ്ടാണ് ഡോണ്ട് യു എന്ന് എഴുതിയിരിക്കുന്നത്. യു എവിടുന്ന വന്ന് ആ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ് തന്നെ യു ആണോ ഷീ ആണോ എന്താണോ അത് തന്നെയാണ് അവിടെ വരിക. ഡോണ്ട് എന്ന് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഇപ്പൊ സപ്പോസ് യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ആ ഡോണ്ട് അവിടെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ സെന്റൻസ് നെഗറ്റീവായി. അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആകണം. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ഡു യു എന്ന് പറഞ്ഞ് വരും. ക്ലിയർ ആയില്ലേ? അതുപോലെ ഷീ ഈസ് ഇൻ ഹാപ്പി, അവൾ സന്തോഷവതിയല്ല, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഷീ വരും. ഇവിടെ അതൊരു പോസിറ്റീവ് ലൈൻ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ് മം ദേ ആർ സോ കൂൾ. അവര് നല്ല കൂളായിട്ടുള്ള ആൾക്കാരാണ്, എനിക്കത് വേണമെന്ന് പറഞ്ഞു. വുഡ് യു മൈൻഡ് ഇഫ് ഡാഷ്? അപ്പൊ അവിടെ എന്താ ചോദ്യം വരിക എന്നറിയണമെങ്കിൽ അടുത്ത ലൈൻ വായിക്കണം. യെസ് ഐ ഡു, ഐ ഡോണ്ട് വോണ്ട് യു ടു ബൈ എനി അതർ ഡോൾ. എനിക്ക് വേറെ ഒന്നും മേടിക്കേണ്ട, അത് മാത്രം മതി. അപ്പൊ അമ്മ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോട്ട് അനദർ ഡോൾ? അപ്പൊ അവിടെ ചോദിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? ഞാൻ വേറൊരു ഡോൾ മേടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നായിരിക്കില്ലേ? അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഐ ബോട്ട് അനദർ ഡോൾ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു. ഇനി ഇഫ് യു പ്രോമിസ് മീ ടു ബി ഗുഡ് ഡാഷ്. അപ്പോൾ നീ എന്നോട് പ്രോമിസ് ചെയ്യാണ് നീ നല്ലതായിട്ട് ഇരിക്കാമെങ്കിൽ ഓ താങ്ക് യു ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ഇരിക്കണക്ക് മുമ്പ് നമുക്ക് ഈ ലൈൻ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഇഫ് യു പ്രോമിസ് ടു ബി ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ നല്ല കുട്ടിയാകുമെന്ന് വാഗ്ദാനം ചെയ്താൽ ഞാൻ വാങ്ങിക്കൊടുക്കാം എന്നാവില്ലേ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇഫ് യു പ്രോമിസ് ടു ബി ഗുഡ് ഗേൾ ഐ വിൽ ബൈ ഇറ്റ് ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കത് മേടിച്ചു തരാം. ഓ താങ്ക് യു. എന്നിട്ട് അവിടെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം നിങ്ങൾ അടുത്ത ലൈൻ വായിച്ചു നോക്കണം. ഓക്കെ, ഐ വിൽ ബൈ ദ ഡോൾ നെയിം ഡ്രാക്കുലാറ. ശരി, ഞാൻ നിനക്ക് ആ ഡ്രാക്കുലാറ എന്ന് പറഞ്ഞ ഡോൾ തന്നെ മേടിച്ചു തരാം. അപ്പോൾ ഓ താങ്ക് യു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോൾ വിൽ യു ബൈ ഡ്രാക്കുലാറ ഫോർ മീ? എനിക്ക് ആ ഡ്രാക്കുലാറ തന്നെ മേടിച്ചു തരുമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഉത്തരം പറഞ്ഞു ഓക്കെ, ഐ വിൽ ബൈ ദ ഡോൾ നെയിംഡ് ഡ്രാക്കുലാറ. ക്ലിയർ ആയില്ലേ? എപ്പോഴും കാണുമ്പോൾ അപ്പം തന്നെ കണ്ട രീതിയിൽ നിങ്ങൾ ഓരോ ലൈനും ഫില്ല് ചെയ്യാണ്ട് അടുത്ത ലൈൻ വായിച്ച് വായിച്ച് ഫില്ല് ചെയ്യുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൽ എന്ത് വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? Next, last question 35. Read the sentence given below and identify the noun phrase and subject position and the verb phrase. ഇവിടെ noun phrase സബ്ജക്ട് പൊസിഷനിലുള്ള noun phraseും verb phraseും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The influence of advertisement on adolescent consumer behavior is evident in their highlighted awareness of brand name. ഇവിടെ പറയുന്നത് പരസ്യങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരസ്യങ്ങളുടെ സ്വാധീനമാണ് കൗമാരക്കാരുടെ പെരുമാറ്റത്തിൽ അവരുടെ ബ്രാൻഡ് ബോധ്യത്തിൽ വ്യക്തമായി കാണും. അതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നൗൺ ഫ്രേസ് ചെയ്താനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണോ ഇവിടെ വ്യക്തമായി പറയുന്നത്? ഇപ്പോൾ ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ അഡോളസെന്റ് കൺസ്യൂമർ ബിഹേവിയർ, ഇതാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു നൗൺ ഫ്രേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിലെ പ്രധാന വാക്ക് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാക്ക്. സബ്ജക്റ്റ് എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ അവിടുത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഏതാണോ അതാണ് അവിടുത്തെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്നത് ഈസ് എവിഡന്റ് ഇൻ ദെയർ ഹൈറ്റൻഡ് അവയർനെസ് ഓഫ് ബ്രാൻഡ് നെയിം, അതാണ് അവിടുത്തെ വെർബ് ഫ്രേസ്. അടുത്തത് നിങ്ങൾ നോക്കിയേ, ഷാർക്ക് അറ്റാക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടൈഗർ ഷാർക്ക് അറ്റാക്ഡ് ബദനി ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേലെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതായിരുന്നു മെയിൻ സബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് നോക്കുക. ആരാണ് അറ്റാക്ക് ചെയ്തത്? ടൈഗർ ഷാർക്ക് ആണ്. അപ്പോൾ ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ടൈഗർ ഷാർക്ക് ആയിട്ട് മാറി. ഇനി അവിടെ വെർബ് ഫ്രേസ് വരുന്നുണ്ട്. വെർബ് ഫ്രേസ് വരുന്നതിൽ എന്താണ് അവിടെ നമുക്ക് ചെയ്തത്? അറ്റാക്ക് ആണ് ചെയ്തത്. അപ്പോൾ അറ്റാക്ക്ഡ് ബദനി ഹാമിൽട്ടൺ എന്നുള്ള വാക്കാണ് അവിടെ വെർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ആരാണ് എന്താണ് ചെയ്തത് അതാണ് സബ്ജക്റ്റിലെ നൗൺ ഫ്രേസ് ആയിട്ട് വരേണ്ടത്. എന്ത് ചെയ്തു എന്നുള്ളത് വെർബ് ഫ്രേസ് ആയിട്ട് വരും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒരു വീഡിയോയുടെ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്